ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ഖൈറായ നന്മയിൽ അധിഷ്ഠിതമായ മേഖലകൾ അല്ലാഹു കാണിച്ചു തരുന്ന കൂട്ടത്തിൽ നമ്മൾ പെടുക എന്നുള്ളത് അൽഹംദുലില്ലാഹ് വലിയ ഒരു ഭാഗ്യമാണ്. ഈ സദസ്സ് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ, ഇന്ന് ഒഴിവ് സമയമാണ്, പല ഭാഗത്തേക്കും പോകാനുള്ള പല ആജ്ഞകളുണ്ടാവാം, ഒരുപാട് ഫോൺ കോളുകൾ വന്നേക്കാം, വരുന്നില്ലേ എന്ന് ചോദിച്ചേക്കാം. എന്നാൽ അതിനൊന്നും മറുപടി കൊടുക്കാതെ മഹത്തായ ഈ മജ്‌ലിസിനെ, അല്ലാഹുവിൽ ഇഷ്ടപ്പെട്ട ഒരു നല്ല മജ്‌ലിസിനെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇതിൽ സംബന്ധിക്കാൻ നമ്മൾ എല്ലാവരും പ്രയത്നിച്ചു. അതിന്റെ നാം ഒക്കെ ഒരുങ്ങി എന്നത് തന്നെ ഈ വിശുദ്ധ റമദാനിന്റെ നല്ല ഒരു മുന്നൊരുക്കമാണ് എന്നതിൽ വലിയ സന്തോഷമുണ്ട്. അല്ലാഹു ഈ നല്ല സംരംഭത്തെ വിജയിപ്പിച്ചു തരുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങൾക്കറിയുമോ മഹാനായ റസൂലുള്ളാഹി 1-2 ദിവസത്തിന്റെ ശേഷം എന്ന് പറഞ്ഞാൽ റമദാനിന്റെ അവസാനത്തെ റമദാനിന്റെ അവസാനത്തെ മാസമാണല്ലോ ശഅബാൻ എന്ന് പറയുന്നത്. ആ ശഅബാനിന്റെ 29ന്റെ അന്ന്, അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് 1-2 ദിവസത്തിന്റെ ശേഷം എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പരിശുദ്ധ മദീന മുനവ്വറയിലെ റൗദയിൽ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തെ, നിങ്ങൾക്ക് നല്ല ഒരു മാസം ആഗതമാകാൻ പോവുകയാണ്. ആ മാസം എന്ന് പറയുന്നത് അതിന്റെ പവിത്രതയും അതിന്റെ ബഹുമാനവും അതിന്റെ ആദരവും എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രക്കും ബഹുമാനവും ആദരവുമുള്ള ഒരു മാസമാണ് നമുക്ക് സംജാതമാകാൻ പോകുന്നത്. ആരെങ്കിലും അതിൽ ഒരു സുന്നത്ത് പ്രവർത്തിച്ചാൽ, ഒരു സുന്നത്തായ ഒരു അമല് അതിൽ പ്രവർത്തിച്ചാൽ ഒരു ഫർദിന്റെ പ്രതിഫലമാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഒരു ഫർദ് ചെയ്താൽ 70 700 70,000 പ്രതിഫലത്തിന്റെ അത്രക്കും ഇരട്ടിയുള്ള ഇബാദത്തിന് പ്രതിഫലം നൽകാൻ നമുക്ക് ഏറ്റവും സാധ്യമാകുന്ന ഒരു മാസം നമുക്ക് സംജാതമാകാൻ പോകുന്നു. ആരെങ്കിലും അതിൽ ആ ദിവസത്തിൽ ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചു, എങ്ങനെ? വിശ്വാസത്തോടെ, പ്രതിഫലാഗ്രഹത്തോടു കൂടി ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവന്റെ കഴിഞ്ഞ കാലം മുഴുവൻ പാപങ്ങളും അല്ല, വരാൻ പോകുന്ന എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കുകയും ആ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ നോമ്പ് തുറപ്പിക്കപ്പെട്ട വ്യക്തിക്ക് ഒന്നും നഷ്ടപ്പെടാത്ത വിധത്തിൽ അവന് എത്രയാണോ പ്രതിഫലം അല്ലാഹു കൊടുക്കുന്നു, അതേ പ്രതിഫലം തന്നെ നോമ്പ് തുറപ്പിച്ചവന് അല്ലാഹു കൊടുക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി മദീനയിലെ റൗദ ശരീഫിൽ വെച്ചുകൊണ്ട് പ്രഭാഷണം നടത്തിയത് ബഹുമാനപ്പെട്ട മുജാഹിദുൽ ഖാരി റളിയല്ലാഹു അൻഹു തങ്ങൾ അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞതിന്റെ കാരണം, ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചതിന്റെ പ്രത്യേകമായിരിക്കുന്ന കാരണം, പ്രിയരെ, ഒരു സുന്ദരമായ ഒരവസ്ഥയിലേക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ കാലെടുത്ത് വെക്കുന്നത്. എത്ര ആളുകൾ ഇത് വരാൻ വേണ്ടി ആഗ്രഹിച്ചു, എന്നാൽ ആഗ്രഹിച്ചിട്ട് അതിൽ സംജാതമാകാൻ കഴിയാതെ, ബന്ധപ്പെടാൻ കഴിയാതെ എത്രയെത്ര ആളുകൾ മരണപ്പെട്ടു പോകുന്നുണ്ട്, എത്രയെത്ര ആളുകൾ മരണപ്പെട്ടു പോയി. പടച്ചവനെ, എനിക്ക് അടുത്ത വർഷത്തെ റമദാൻ, ഈ റമദാനിലേറെ സന്തോഷമാക്കണം. എനിക്ക് ഈ റമദാനിൽ ഞാൻ ഓതിയ പരിശുദ്ധ ഖുർആൻ പാരായണത്തെക്കാൾ അധികമായി കൊണ്ട് എനിക്ക് അടുത്ത വർഷം ഖുർആൻ പാരായണം ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് കഴിഞ്ഞ റമദാനിലെ സ്വാഗതം ഓതിക്കൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് പറഞ്ഞയച്ച എത്ര ആളുകൾ ഇന്ന് നമ്മോടൊപ്പം ഇല്ല. നമ്മുടെ കുടുംബത്തിനെ കുറിച്ച് മനസ്സിലാക്കുക, നമ്മുടെ കൂട്ടുകാരെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ ഡയറിയിലേക്ക് കയറി വരുന്നുണ്ട്. പ്രിയരെ, ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ പെടുത്തിയിട്ടില്ലല്ലോ, അല്ലാഹു പെടുത്താതിരിക്കട്ടെ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. ഈ മാസത്തിൽ, കഴിഞ്ഞ മാസത്തിൽ അല്ലാഹു റസൂൽ പ്രാർത്ഥിച്ചത് എന്താണ്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാന വബല്ലിഗ്നാ റമദാൻ. പടച്ചവനെ, നീ ഞങ്ങൾക്ക് റജബിൽ ബറക്കത്ത് ചെയ്യണം, ശഅബാനിൽ ബറക്കത്ത് ചെയ്യണം. പോരെ റബ്ബേ, ഞങ്ങൾക്ക് നീ റജബിൽ ഒരുപാട് ബറക്കത്തുകൾ നീ നൽകി, ആ ബറക്കത്തൊക്കെ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു.
ശഅബാനിലും ഞങ്ങൾക്കത് ഉപയോഗിക്കാൻ കഴിഞ്ഞു. പോരെ പടച്ചവനെ, ഈ ബറക്കത്തുകളെ മുഴുവനും സമാഹരിച്ചുകൊണ്ട് സാംശീകരിക്കുന്ന ഒരു സുന്ദരമായ മാസമാണ് റബ്ബേ വിശുദ്ധമായ റമദാൻ എന്ന് പറയുന്നത്. ആ റമദാൻ മാസം ഞങ്ങൾക്ക് എത്തിക്കുകയും അനുയോജ്യമായ രീതിയിൽ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി ചെയ്യാറുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഉലമാക്കൾ പഠിപ്പിക്കുകയാണ്. പ്രിയരെ, ബഹുമാനപ്പെട്ട സ്വാത്വികരായ ഉലമാക്കൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ നിങ്ങൾ? റമദാൻ മാസം കഴിഞ്ഞാൽ, വിശുദ്ധ റമദാൻ മാസം കഴിഞ്ഞു, ഇബാദത്ത് കൊണ്ട് അതിനെ ധന്യമാക്കി, ഇബാദത്ത് കൊണ്ട് ഉപയോഗപ്പെടുത്തി കഴിവിന്റെ പരമാവധി, അങ്ങനെ പെരുന്നാൾ നിസ്കാരത്തോടു കൂടി പിന്നെ അവർ 6 മാസവും ആ റമദാനിൽ ചെയ്ത അവരുടെ ഇബാദത്തുകൾ സ്വീകരിക്കാൻ വേണ്ടി ദുആ ചെയ്യുകയാണ് പതിവ് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പറയുകയാണ്. പടച്ചവനെ, ഞാൻ ചെയ്ത നിസ്കാരം, ഞാൻ ചെയ്ത ഇബാദത്തുകളെ, എന്റെ മറ്റു കർമ്മങ്ങളൊക്കെ റബ്ബേ നീ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കും. എന്തിന്? ഇതിങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി. മറ്റൊന്നോ, 6 മാസം കഴിഞ്ഞാൽ പിന്നീട് റമദാൻ മാസം വരാൻ വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട സ്വാത്വികരായ സൂഫി വര്യന്മാരായിരിക്കുന്ന ഉലമാക്കളുടെ പ്രവർത്തനം അതായിരുന്നു എന്ന് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. പ്രിയരെ, അപ്പൊ ആ നിലക്ക് നമ്മളിപ്പോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, റജബ് അല്ലാഹുവിന്റെ മാസമാണ്, റജബ് അല്ലാഹുവിന്റെ മാസമാണ്, ശഅബാനോ എന്റെ മാസമാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ശഅബാൻ എനിക്ക് അല്ലാഹു ഒരുപാട് അനുഗ്രഹത്തിന് പാത്രീഭൂതമാക്കിയ മാസമാണ് ഏത് ശഅബാൻ എന്ന് പറയുന്നത്. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. എങ്കിലും ഈ ശഅബാനിലാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ അമലുകൾ അല്ലാഹു തആല അവന്റെ സമീപത്തേക്ക് ഉയർത്തപ്പെടുന്നത് എന്ന് ഹദീസിലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഞാൻ റമദാനിന് ശേഷം കണ്ടിട്ടില്ല റസൂലുള്ളാഹി ഇത്രയധികം നോമ്പെടുക്കുന്നത് ശഅബാനിലേക്കാൾ. പിന്നെ റസൂലുള്ളാഹി ഏറ്റവും കൂടുതൽ നോമ്പെടുക്കുക എപ്പോഴാണ്? വിശുദ്ധ ശഅബാനിലാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയോട് ചോദിച്ചു, എന്താണ് നബിയെ നിങ്ങൾ ഇത്രയധികം നോമ്പെടുക്കാൻ കാരണം ഈ ശഅബാനിൽ? റസൂലുള്ളാഹി പറഞ്ഞു, സ്വഹാബത്തെ, നിങ്ങൾക്ക് അറിയുമോ 2 മാസം ജനങ്ങൾ വല്ലാതെ ഓർക്കും. ഒന്നേതാ? റജബ്, മറ്റൊന്ന് റമദാനാണ്. എന്നാൽ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ വിസ്മരിക്കുന്ന ഒരു മാസമുണ്ട്, സ്മരിക്കപ്പെടാത്ത. അതൊരിക്കലും സ്മരിക്കപ്പെടാതിരിക്കരുത്. കാരണം ഈ മാസം എന്ന് പറയുന്നത് വല്ലാത്തൊരു മാസമാണ് ശഅബാൻ. അല്ലാഹു തആല അവന്റെ എല്ലാ ആബിദീകളുടെയും അവന്റെ ഇബാദത്ത് ചെയ്യുന്ന അവന്റെ അടിമകളുടെ ഇബാദത്തുകളെ, സൽക്കർമ്മങ്ങളെ അല്ലാഹു തആല അവന്റെ സമീപത്തേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ എന്ന് പറയുന്നത്. ഇന്നി യുഹിബ്ബു, തീർച്ചയായിട്ടും ഞാൻ ഇഷ്ടപ്പെടുന്നു എന്റെ അമലുകൾ അല്ലാഹു തആല ഉയർത്തപ്പെടുമ്പോ ഞാൻ നോമ്പുകാരനായിക്കൊണ്ട് എന്റെ അമലിനെ അല്ലാഹു തആല ഉയർത്തപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ് സഹോദരന്മാരെ. അപ്പൊ ഈ മാസം, അപ്പോ ഒരു മനുഷ്യന്റെ മുമ്പുള്ള ഒരുക്കം തന്നെ, റമദാൻ വരുന്നതിന്റെ മുമ്പ് തന്നെ റജബിൽ തന്നെ തുടങ്ങി ഒരുക്കങ്ങൾ. പ്രാർത്ഥനയിലൂടെ തുടങ്ങി, നോമ്പിലൂടെ തുടങ്ങി, മറ്റു ആരാധനകളിലൂടെ തുടങ്ങി. ശഅബാനിൽ അതൊന്നും കൂടെ അധികരിപ്പിച്ചു. അപ്പൊ ഏകദേശം ക്ലിയർ ആയി. അങ്ങനെയാണല്ലോ ഏതൊരു വിഷയത്തിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് എന്താണ്? ഒരു ഒരുക്കം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകണം, ഒരു പ്രവർത്തനത്തിൽ ഉണ്ടാകണം. അങ്ങനെയാണല്ലോ നമ്മൾ ഓരോ ഘട്ടങ്ങളും പരിശോധിച്ചു നോക്കിയാൽ, ഭൗതികമാവട്ടെ, ദീനിയാവട്ടെ, ദുനിയാവട്ടെ, എന്ത് വിഷയങ്ങളാണെങ്കിലും ഒരു വിഷയത്തിലേക്ക് നമ്മൾ മുന്നിട്ടിറങ്ങുന്ന സമയത്ത് ആ മുന്നിട്ടിറങ്ങുന്ന വിഷയം അത് കണ്ടീഷൻ ആവണം, അത് ഉഷാറാവണം എന്ന നിലക്ക് നാം എന്ത് ചെയ്യുന്നു? പരമാവധി നമുക്ക് കഴിവിന്റെ പരമാവധി നാം അത് പ്രയത്നിക്കുകയാണ്, ഭൗതികമായ വിഷയങ്ങളെ പ്രത്യേകിച്ച്. എന്നാൽ നമ്മുടെ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളെ പരിപോഷിപ്പിച്ചെടുക്കാൻ ആവശ്യമായ കാര്യങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു അമലാണ് പരിശുദ്ധമായിരിക്കുന്ന നോമ്പ്, റമദാൻ മാസം എന്ന് പറയുന്നത്. ആ റമദാൻ മാസത്തിന് വേണ്ടി നമ്മൾ ശാരീരികമായും മാനസികമായും സാഹചര്യപരമായും കൊണ്ടും നാം പൂർണ്ണമായും മുന്നിട്ട് വരേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വഹാബത്തിന് അങ്ങനെ മുന്നിട്ടിരിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്വഹാബത്തിന് ഇതിന്റെ പവിത്രത മനസ്സിലാക്കിക്കൊണ്ട് റസൂലുള്ളാഹിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട പരിശുദ്ധരായിരിക്കുന്ന സ്വഹാബത്തെ കിറാമ്, ആ സ്വഹാബത്തെ കിറാമിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട ബഹുമാനപ്പെട്ട താബിഈകൾ, അവർക്ക് ശേഷമുള്ള എല്ലാ സച്ചരിതരായിരിക്കുന്ന ആളുകളും ഓരോ വിഷയത്തിലും കണിശമായി കൊണ്ട് തന്നെ അതിനെ നേരിടാൻ അവർക്ക് സാധിച്ചിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയുമോ ഇതുകൊണ്ടൊക്കെ നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ശരീരം പൂർണ്ണമായും ശുദ്ധിയാവലാണ്, ശരീരത്തിന് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മസ്തിഷ്കം ശുദ്ധിയാവലാണ്, നമ്മുടെ ഹൃദയം ശുദ്ധിയാവലാണ്. അതുവഴി അല്ലാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കലാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയുമോ
നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട 2 അവയവങ്ങളാണ് നമ്മുടെ നാവ്, നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. അത് ശുദ്ധിയായാൽ നമ്മുടെ ഏകദേശ വിഷയങ്ങൾ ക്ലിയറായി. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, സലാമത്തുൽ ഖൽബ് ബിഖില്ലത്തിൽ ഇസ്ം വസലാമത്തുൽ ജിസ്മി ബിഖില്ലത്തിൽ ത്വആം. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി പറയാ, ഒരു മനുഷ്യന്റെ ഹൃദയം രക്ഷപ്പെടുന്നത് എപ്പോഴാണെന്നറിയോ നിങ്ങൾ? ബിഖില്ലത്തിൽ ഇസ്ം, ദോഷങ്ങൾ കുറക്കുമ്പോഴാണ്. ദോഷങ്ങൾ എങ്ങനെ കുറച്ചു കൊണ്ടുവരുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ഹൃദയം ശുദ്ധിയാകുന്നത്. ഒരു മനുഷ്യന്റെ ഹൃദയം പൂർണ്ണമായും ശുദ്ധിയായി അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ അവർക്ക് സാധിക്കുന്നത്. അതേ അവസരം മുസാലിബാബു പറയാ, സലാമത്തുൽ ജിസ്മി, ശരീരം രക്ഷപ്പെടൽ എപ്പോഴാ? ഭക്ഷണം കുറക്കുമ്പോഴാണ് ശരീരം രക്ഷപ്പെടുന്നത്. ഭക്ഷണം കുറക്കാതിരുന്നാൽ ഒരുപാട് വിഷയങ്ങൾ വരികയാണ്. ഇപ്പൊ ഭക്ഷണത്തിന്റെ മാസമാണ് വരുന്നത് അല്ലെ? നമുക്ക് അടുത്തത് ഭക്ഷണത്തിന്റെ മാസം. ഇപ്പൊ ഏകദേശം ഷുഗറൊക്കെ നോർമലാണ്. ഷുഗറുള്ള ആൾക്കാരുടെ ഷുഗറൊക്കെ ഏകദേശം നോർമലാണ്. റമദാനിൽ ഒരു 10, 12, 15 ആയി കഴിഞ്ഞാൽ ഷുഗർ നോക്കിയാൽ ഹൈ ഷുഗർ ആയിട്ട് മാറും. ഇങ്ങനെയാണെങ്കിൽ നോമ്പ് നോക്കുന്നതിന് എന്താ ചോദിച്ചവരാണ്? എന്താ കാരണം? ഇനി തീറ്റയുടെ മാസമാണ് വരുന്നത്. എന്ത് തിന്നണമെന്ന് അറിയുന്നില്ല, എന്ത് ഭക്ഷിക്കണമെന്ന് അറിയുന്നില്ല, ഏതെടുക്കണമെന്ന് അറിയുന്നില്ല, എവിടെ പോകണമെന്ന് അറിയുന്നില്ല. ഈ നിലക്ക് അതാ ഗസാലി ഇമാമ് നോബിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ യഹ്യാഉൽ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞ സലാമത്തുൽ ഖൽബ് ബിഖില്ലത്തിൽ ഇസ്ം, ഖൽബിന്റെ രക്ഷപ്പെടാ, ഈ ഹൃദയത്തിന്റെ രക്ഷ ഉണ്ടാകുന്നത് ദോഷം കുറക്കുമ്പോഴാ. അതേ അവസരം ഹൃദയം പിടിപ്പിച്ചിരിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ശരീരമാകുന്ന ബോഡിയിലല്ലേ. അപ്പൊ ശരീരം രക്ഷപ്പെടണം എങ്ങനെ? കുറക്കൽ കൊണ്ട്. നിങ്ങൾക്ക് അറിയുമോ, ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹകീം മഹാനവറുകൾ, സൂറത്തുൽ ലുഖ്മാൻ ഖുർആനിലെ സൂറത്താണ്. ലുഖ്മാനുൽ ഹകീം എന്ന് പറഞ്ഞ തത്വചിന്തകൻ, ദാർശനികനായ ഒരു മഹാവ്യക്തിത്വമാണല്ലോ അദ്ദേഹം. വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ടവര് ജനിച്ചതും വളർന്നതൊക്കെ ഇന്നത്തെ ഈജിപ്തിന്റെയും സുഡാനിന്റെയും ഇടയിലുള്ള ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിന്റെ പേരാണ് ഖറിയത്തുൻ നൗബത്തുൻ എന്ന് കാണാം. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഖറിയത്തുൻ നൗബ, നൂബ എന്ന് പറയപ്പെടുന്ന ഒരു ഗ്രാമത്തിലാണ് ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹകീം അവർ ജനിക്കുന്നത്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ കാലക്കാരനായിരുന്നു ആര്? ലുഖ്മാനുൽ ഹകീം. മാത്രമല്ല അയ്യൂബ് നബിയുടെ സഹോദരി പുത്രനാണ് ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹകീം എന്നവരെ എന്നും ചരിത്രത്തിൽ കാണാം. ഞാൻ ചരിത്രം ദീർഘിപ്പിക്കല്ല. ഒരു ദിവസം ബഹുമാനപ്പെട്ടവര് അദ്ദേഹം എന്ത് പറയുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും അതിൽ ഒരു തത്വം അടങ്ങിയിരിക്കും. അങ്ങനത്തെ ചെയ്യുള്ളൂ, അങ്ങനത്തെ പറയുകയുള്ളൂ. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മോനോട് ഒരുപാട് ഉപദേശങ്ങളുടെ സ്വാംശീകരണത്തിന്റെ ഇത് വൃത്തമാണല്ലോ ആ സൂറത്തിൽ തന്നെ പ്രതിപാദിക്കുന്നത്. ഒരിക്കൽ അദ്ദേഹം നൗബയുടെ ഗ്രാമത്തിലൂടെ നടക്കുന്ന സമയത്ത് ആ ഗ്രാമത്തിന്റെ പ്രധാനപ്പെട്ട ഒരു തലവൻ ലുഖ്മാനുൽ ഹകീമിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ലുഖ്മാൻ, നിങ്ങളോട് ഞാനൊരു കാര്യം കൽപ്പിക്കല്ല, പക്ഷെ നിങ്ങൾ എന്നോട് സഹകരിക്കണം. നിങ്ങൾ എനിക്കത് ചെയ്തു തരൽ ഞാനൊരു വലിയ അനുഗ്രഹമായിട്ട് കാണുകയാണ്. നിങ്ങൾ പോയിട്ട് ഒരു നല്ല ആടിനെ അറുക്കണം. ആടിനെ അറുത്തിട്ട് ആ ആടിന്റെ മാംസത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ല 2 അവയവം എനിക്ക് സമ്മാനിക്കണമെന്ന് ലുഖ്മാനുൽ ഹകീം അവர்களോട് ആ നാട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാരണവര് ഉപദേശിക്കുകയാണ്. അദ്ദേഹം അത് കേട്ടു. നേരെ പോയി ഒരാടിനെ അറുത്തു. ആടിനെ അറുത്തിട്ട് രാജാവിനെ ആ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിക്ക് സമ്മാനിച്ചത് ആ ആടിന്റെ ഹാർട്ടും നാവുമാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. ഇതേ രീതിയിൽ തന്നെ കൽപ്പിക്കുന്നു രാജാവ്, നിങ്ങൾ അന്ന് എനിക്ക് ചെയ്തു തന്നത് പോലെ ഒരാട് നടത്തിട്ട് അന്ന് നിങ്ങൾ എനിക്ക് സമ്മാനിച്ചത് ഏറ്റവും നല്ല 2 അവയവമാണല്ലോ. എന്നാൽ ഇന്ന് നിങ്ങൾ എനിക്ക് തരേണ്ടത് ആ ആടിന്റെ മാംസത്തിന് ഏറ്റവും ചീത്തയായ 2 അവയവത്തെയാണെന്ന് പറയുകയാണ് രാജാവ്. അദ്ദേഹം ചെന്നു, ആടിനർത്തു. അന്ന് കൊണ്ടേ കൊടുത്തതുപോലുള്ള അതേ അവയവം തന്നെയാണ് അന്ന് കൊടുത്തത്. രാജാവ് ചോദിച്ചു, എന്തൊരു കഥ? നല്ല അവയവം സമ്മാനിക്കണമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എനിക്ക് തന്നത് എന്താണ്? അന്ന് നല്ല അവയവം തരണമെന്ന് പറഞ്ഞപ്പോ നിങ്ങളെ സമ്മാനിച്ചത് ഹാർട്ടിനെയും നാവിനെയാണ്. ഏറ്റവും ചീത്ത തരണമെന്ന് പറഞ്ഞപ്പോഴും സമ്മാനിച്ചത് ഏതാ?
നാവും ഹാർട്ടുമാണ്. എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീമിനോട് പറയുകയാണ്, പ്രിയപ്പെട്ട രാജാവേ, ഞാൻ ആ ആടിനെ അറുത്തിട്ട് ഞാൻ അതിന്റെ മാംസത്തിന്റെ കൂട്ടത്തിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോഴേ എനിക്ക് ഇതിനേക്കാൾ സുന്ദരമായ, ശ്രേഷ്ഠമായ, മഹത്വമായ ഒരു അവയവത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല, ഹാർട്ടിനേക്കാളും നാവിനേക്കാളും. എന്നാൽ ഞാൻ ചീത്തയെ നോക്കി, ഇതിനേക്കാൾ ചീത്തയായ രണ്ടവയവത്തെയും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്ന് ബഹുമാനപ്പെട്ടവര് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം. അതാണല്ലോ റസൂലുള്ളാഹി പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ആ മാംസപിണ്ഡം നന്നായാൽ അവന്റെ ശരീരം മുഴുവൻ നന്നായി. അത് ചീത്തയായാലോ അവന്റെ ശരീരം മുഴുക്കെ ചീത്തയായി. അല അറിയണം, വഹിയൽ ഖൽബ്, അത് ഹൃദയമാണെന്ന് റസൂലുള്ളാഹി പറയുകയാണ്. അത് ഹൃദയമാകുന്നു. അപ്പൊ ഹൃദയം നന്നായാൽ എല്ലാം നന്നായി. പിന്നെ റസൂലുള്ളാഹി പറഞ്ഞത് എന്താണ്? നാവിനെ കുറിച്ചാ. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ എനിക്ക് നാവ് കൊണ്ട് ജാമ്യം നിന്നാൽ, ഉത്തരവാദിത്വത്തോടു കൂടി നാവ് കൊണ്ട് ഞാൻ നാവിനെ സൂക്ഷിക്കും എന്ന് നിങ്ങൾ എനിക്ക് ജാമ്യം നിൽക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാമെന്ന് മഹാനായ റസൂലുള്ളാഹി പറയുകയാണ്. നിങ്ങൾ പോകും, നമ്മുടെ നാവ് എത്ര ചെറിയ ഒരു അവയവമാണ്. ഉറപ്പുണ്ടോ അതിനെ പിടിച്ചു നോക്കിയാൽ? എല്ലുണ്ടോ ആ സാധനത്തിന്? ഇല്ലല്ലോ, എല്ലില്ല. എന്നാൽ എല്ലില്ലാത്ത കേവലം 100 ഗ്രാം പോലും ഇല്ലാത്ത ആ ചെറിയ വസ്തുവിനെ അള്ളാഹു സൃഷ്ടിച്ച് ഭദ്രമാക്കിയത് വെച്ച് നോക്കൂ നിങ്ങൾ. നാവിനെ സൃഷ്ടിച്ചിട്ട് നല്ലൊരു ഗ്രില്ലാകുന്ന പല്ലിനെ കൊണ്ട് അള്ളാഹു അതിനെ ഭദ്രമാക്കി. ചിലപ്പോൾ ഗ്രില്ലും പൊട്ടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ചുണ്ടുകൊണ്ടും അള്ളാഹു അതിനെ ഭദ്രമാക്കില്ലേ. ഒരു മനുഷ്യനെ അഥവാ ആക്രമിക്കേണ്ടി വന്നാൽ, അള്ളാഹു കാക്കട്ടെ, നമ്മളങ്ങനെ പെട്ടവരല്ല, ആക്രമിക്കേണ്ടി വന്നാൽ ആ ആക്രമിക്കാൻ വേണ്ടി മനുഷ്യൻ ഉപയോഗിക്കുന്നതല്ലേ നമ്മുടെ കൈയും കാലും? വേറെന്തിനോട് ആക്രമിക്കൂ? എന്നാൽ ഈ കയ്യിനെയും കാലിനെയും അള്ളാഹു എത്ര ഫ്രീ ആയിട്ടാണ് സൃഷ്ടിച്ചത് അല്ലേ? എന്തെങ്കിലും ഭദ്രതയുണ്ടോ ഇതിന്? എന്തെങ്കിലും മറയുണ്ടോ ഇതിന്? ഒന്നുമില്ലല്ലോ. എന്നാൽ ഈ കയ്യും ഈ കാലുകളും നമ്മുടെ അവയവങ്ങളും ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട വ്യക്തി ആരാണ്? അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ നാവാണ്. അപ്പൊ അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുമെന്ന് റസൂലുള്ളാഹി പറയുകയാണ്. പ്രിയരെ നോക്കണം, നിങ്ങൾ ഒരൊറ്റ അവയവത്തെ കുറിച്ചാണ് ഈ ചർച്ച. ഒരൊറ്റ അവയവത്തെ കുറിച്ചാണ് ചർച്ച, നമ്മുടെ മറ്റു അവയവങ്ങളെ കുറിച്ചല്ല. നാവ് ഓക്കെയാണോ, ഒരു മനുഷ്യന്റെ പ്രവർത്തന മണ്ഡലങ്ങളെ മുഴുവനും ക്ലിയറായി. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്, അങ്ങനെ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഭാഗമായ ഹൃദയവും നാവും ശരിയാവലോടുകൂടി അവന്റെ ബോഡി ഓക്കെയാണ്. അവന്റെ ബോഡി ഓക്കെയാണ്. ഇനി അവന് എന്തും സ്വീകരിക്കാം, അവനെന്തും സ്വീകരിക്കാം. ഹൃദയമാണല്ലോ മാനദണ്ഡം, ഹൃദയമാണല്ലോ മാനദണ്ഡം. ഹൃദയം ക്ലിയർ. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്, കുട്ടികളോട് നിങ്ങൾ ശരിക്ക് വ്യക്തമായി കൊണ്ട് തന്നെ കുട്ടികളെ നിങ്ങൾ സമീപിക്കണം. ഒരു കുട്ടിയുടെ ബുദ്ധിപരമായി കൊണ്ടേ നിങ്ങൾ കുട്ടികളോട് സംസാരിക്കാവൂ. കാരണം കുട്ടിയുടെ ഹൃദയം എന്ന് പറയുന്നത് മനഃശാസ്ത്ര വിദഗ്ധന്മാർ പറയും പോലെ അത് ഒഴിഞ്ഞ സ്ലേറ്റാണ്. കുട്ടിയുടെ ഹൃദയം എന്ന് പറയുന്നത് ഒരു ഒഴിഞ്ഞ സ്ലേറ്റാ. ഒരു സ്ലേറ്റിൽ, ഒരു ബോർഡിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? ഒരു ബോർഡിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? എഴുതിയത് വായിക്കാം, വീണ്ടും എഴുതാം. അതുകൊണ്ട് തന്നെ എഴുതാൻ നമുക്ക് സാധ്യമാകുന്നത് പോലത്തെ സ്ലേറ്റ് പോലത്തെ ഒരു ഭാഗമാണ് കുട്ടിയുടെ ഹൃദയം എന്ന് പറയുന്നത്. അതുകൊണ്ട് കുട്ടികൾ എപ്പോഴും മാതാപിതാക്കളോട് സാദൃശ്യമാകുന്ന ആളുകളാണ്, അവരോടാണ് തുടരുക. അതുകൊണ്ട് കുട്ടികളെ നിങ്ങൾ വളർത്തുന്ന സമയത്ത് അതിന്റെ രീതിയിൽ തന്നെ വളർത്തണം. അവരുടെ ഹൃദയത്തെ പൂർണ്ണമായും ശുദ്ധീകരിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ അവരെ വളർത്താവൂ എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാവും ഹൃദയവുമാണ് പ്രധാനപ്പെട്ട വിഷയം. അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ എന്തും നേരിടാം, ആരോടും സംസാരിക്കാം. ഏത് മോശപ്പെട്ട ആളുകളോടും സംസാരിക്കുന്നതിന് വിരോധമല്ല. അപ്പോ ഒരാളോടും സംസാരിക്കുന്നതിന് ആവശ്യമില്ല. ആരോട് നമുക്ക് ബന്ധപ്പെടാം. എത്ര ക്രൂരരായിരുന്നാലും ശരി, എത്ര മോശപ്പെട്ടവരായിരുന്നാലും ശരി, നമുക്ക് അവരോട് സംജാതമാകാം. നിങ്ങൾക്കറിയില്ലേ ബഹുമാനപ്പെട്ട ഔസുലാമിന്റെ ചരിത്രം? എന്താണ് പറഞ്ഞത്? കള്ളൻ ചോദിച്ചില്ലേ, എന്താണ് നിന്റെ കയ്യിലുള്ളത്? ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, എന്റെ കുപ്പായത്തിന്റെ താഴ്ഭാഗത്ത് എന്റെ ഉമ്മ 40 ദീനാർ കെട്ടി തന്നിട്ടുണ്ട്. 80 എണ്ണം ഉണ്ടായിരുന്നു,
40 എന്റെ ജ്യേഷ്ഠന് വേണ്ടി സൂക്ഷിച്ചു വെച്ചു, 40 എന്റെ ഉമ്മ എന്റെ കുപ്പായത്തിന്റെ താഴെ കെട്ടി തന്നിട്ടുണ്ട് എന്ന് പറയുന്നത് കാണിച്ചു കൊടുക്കുകയാണ്. നിരവധി കൊള്ളത്തലവനായ, നിരവധി കൊള്ള സംഘങ്ങളുടെ നേതാവായ അദ്ദേഹം ഭയപ്പെട്ടു പോയി. എന്താണ് ഈ കുട്ടി ഇങ്ങനെ, എന്നോട് ഇങ്ങനെ കളവ് പറഞ്ഞ് ശീലമുള്ള ആളുകൾക്ക് എന്റെ മുമ്പിൽ വന്നുകൊണ്ട് സത്യം തുറന്ന് പറയാൻ ഈ കുട്ടിക്ക് എന്താണ് പ്രേരണയുണ്ടായത്? അറിയില്ലേ സംഭവം? അപ്പോൾ ശക്തമായ വളർത്തലും നീതിബോധമുള്ള സമീപനവും ഏതൊരു വ്യക്തിയുടെ മുമ്പിലും സത്യത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയാണ്. അതോടുകൂടി ആ സമൂഹത്തിന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയുടെ ചരിത്രത്തിലുണ്ട് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രബോധിതമായിരിക്കുന്ന സംവേദന വിഭാഗം അതായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ നാവ് സൂക്ഷിക്കണം. അപ്പൊ നമ്മുടെ ബോഡി ഓക്കെയായി. ഇനി നമ്മൾ നേരിടാൻ പോവുകയാണ്, സ്വീകരിക്കാൻ പോവുകയാണ് പരിശുദ്ധ റമദാനിനെ. അതാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. റമദാനിന്റെ ആദ്യത്തെ രാവിൽ പരിശുദ്ധമായ ഒരു മലാക്ക മേൽഭാഗത്ത് പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് ആ മലക്ക് പറയുന്നത് എന്താ? യാ ബാഗിൽ ഖൈർ അഖ്ബിൽ, യാ ബാഗിൽ ഖൈർ അഖ്ബിൽ, ഓ ഖൈറിനെ തേടുന്ന മനുഷ്യ, ഖൈറിനെ തേടുന്ന മനുഷ്യ, അഖ്ബിൽ, നീ മുന്നിട്ട് വരൂ, നീ മുന്നിട്ട് വരൂ, ഒരിക്കലും നീ മടിച്ചു നിൽക്കാൻ പാടില്ല. യാ ബാഗിൽ ശർർ അഖ്സിർ, ഓനെ ശർർ ചെയ്യുന്നവനാണ് നീ ശർർ ചെയ്യുന്നവനാണ്, തെറ്റ് ചെയ്യുന്നവനാണ്. ഒരിക്കലും തെറ്റിൽ മാത്രം നീ വ്യാപകനായി പോകരുത്, നീ തെറ്റിൽ മാത്രം നിത്യമാകരുത്. നിനക്ക് മടങ്ങാൻ, നിന്റെ പാപങ്ങളെ പൊറുപ്പിക്കാൻ, നിന്റെ നിയമങ്ങൾ പൂർണ്ണമായും ഇലാഹിയായ വിഷയത്തിലൂടെ കൊണ്ടുപോകാൻ സമയമായിട്ടുണ്ട് കേട്ടോ, അവസരമുണ്ട്. അതുകൊണ്ട് വരൂ, നീ എന്ത് ചെയ്യണം? സത്യത്തിലേക്ക് തിരിച്ചു വരിക, നന്മയിലേക്ക് നീ മുന്നിട്ട് വരിക, ചെയ്തുകൊണ്ടിരിക്കുന്ന ചീത്ത സ്വഭാവങ്ങളെ തൽക്കാലം നീ നിർത്തിവെക്കുക, അതിൽ നീ ഒഴിവാക്കുക. നിനക്ക് ഒരിക്കലും കുടിക്കാൻ കഴിയാത്ത, നിനക്കൊരിക്കലും കണക്ക് കൂട്ടാൻ കഴിയാത്തത്ര വിധത്തിലുള്ള അനുഗ്രഹ വർഷത്തിന്റെ പരിശുദ്ധമായിരിക്കുന്ന മാസമാണ് സംജാതമാകാൻ പോകുന്നത് എന്ന് മലക്ക് വിളിച്ചു പറയുമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. അത് കേൾക്കുന്നു ആര്? അത് ഒരുങ്ങുന്നു ആര്? അതിനു വേണ്ടി തയ്യാറാവുന്നു ആര്? അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹു നന്നാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ അത് കേൾക്കാൻ തയ്യാറാവുകയാണ്, അത് കേൾക്കാൻ മനക്കെടുകയാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വഹാബത്തിനെ ആ വിഷയത്തിൽ ഒരുക്കി തയ്യാറാക്കുകയാണ്. അതിനു വേണ്ടി അവർ എല്ലാ വിഷയത്തിനും പരിശുദ്ധ റമദാനായി കഴിഞ്ഞാൽ പിന്നെ സ്വഹാബത്തിന്റെ ഇസ്ലാമിക പ്രബോധനത്തിന് പോകുന്ന സ്വഹാബാക്കളൊക്കെ ആ പ്രബോധന മണ്ഡലവുമായിട്ട് മാത്രം ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. പോവാത്ത ആളുകളൊക്കെ പ്രത്യേകമായ ഒരുക്കത്തോടു കൂടി റസൂലുള്ളാഹിയുമായി ഒരുമിച്ച് കൂടുകയാണ്, ഇബാദത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുകയാണ്. ഈ 11 മാസത്തെ ഗതകാല ചരിത്രങ്ങളെ ചികഞ്ഞെടുത്തുകൊണ്ട് അതിൽ നിന്ന് പൂർണ്ണമായും മാറ്റം വരുത്തിയിട്ട് ഇലാഹിയായ തൃപ്തിക്ക് വേണ്ടി പൂർണ്ണമായും അരയും തലയും മുറുക്കിക്കൊണ്ട് ഒരുങ്ങുന്ന ഒരു രാവുകളായിരുന്നു പിന്നീട് അവർക്ക് ഉണ്ടായിരുന്നത് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് അവരുടെ ആ പൂർണ്ണമായ രൂപം ഒന്നും നമുക്ക് പ്രാപിക്കാൻ കഴിയില്ല എങ്കിലും ശരിയായ രീതിയിലുള്ള ഒരു നല്ല ഒരു മാറ്റത്തിലേക്കെങ്കിലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് ഒരുങ്ങാനുള്ള ഒരു മനസ്സെങ്കിലും നാം എന്ത് ചെയ്യണം? ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ലക്ഷ്യം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ് 6 കാര്യങ്ങൾ എന്റെ സമൂഹത്തിന്റെ മുൻ പ്രവാചകന്മാർക്ക് ഇല്ലാത്ത 6 കാര്യങ്ങളെ എന്റെ സമൂഹത്തിന്റെ റമദാൻ മാസത്തിലൂടെ അല്ലാഹു തആല കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പഠിപ്പിച്ചു. 6 കാര്യങ്ങൾ. ഒന്നെന്താണെന്നറിയോ നിങ്ങളതിൽ? 1, പരിശുദ്ധ റമദാനിന്റെ പ്രഥമ രാത്രിയിൽ തന്നെ അനുഗ്രഹത്തിന്റെ വർഷമാണ്. 1 ഫസ്റ്റിൽ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത് ഒന്നാമത്തത് അനുഗ്രഹങ്ങൾ വല്ലാതെ വർഷിക്കും. അത് 10 ദിവസത്തോളം നീളുമെന്ന് റസൂലുള്ളാഹി പറയാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി പറഞ്ഞു റമദാനിനെ റസൂലുള്ളാഹി 3ആയി ഭാഗിച്ചു. 1 അബ്ബലുഹു റഹ്മത്തുൻ, ഒന്നെന്താണ്? അനുഗ്രഹത്തിന്റെ വർഷമാണ് 10 ദിവസം. അനുഗ്രഹത്തിന്റെ വർഷമാണ്. അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ചോദിക്കുന്നത് അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ, പടച്ചവനെ നീ എനിക്ക് റഹ്മത്ത് ചെയ്യണം, നീ കാരുണ്യവാനിധിയാണ് റബ്ബേ, അതുകൊണ്ട് നീ റഹ്മത്ത് വർഷിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി ദുആ ചെയ്യാൻ വേണ്ടി നമ്മോട് പറയുകയാണ്. ഒന്നാമത്തത് കാരുണ്യത്തിന്റെ വർഷമാണ്. 2, ഈ അനുഗ്രഹം ലഭിച്ചവർ ഒരിക്കലും പിന്നീട് ശിക്ഷയ്ക്ക് വിധേയരാവുകയില്ല.
റസൂലുള്ളാഹി പറയാൻ മുൻകാല സമൂഹത്തിൽ ഇല്ല കേട്ടോ. അള്ളാഹുവിന്റെ അനുഗ്രഹവും അപ്പൊ ഒന്നാമത്തത് എന്താണ്? അനുഗ്രഹത്തിന്റെ നാവാണ്. രണ്ടാമത്തത് അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യൻ ശിക്ഷിക്കപ്പെടുകയില്ല എന്നാണ്. ആ മനുഷ്യൻ ഒരിക്കലും ശിക്ഷിക്കപ്പെടുകയില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ രക്ഷപ്പെടാൻ സാധിക്കൂ. എവിടെയാണെങ്കിലും ഇബാദത്തല്ല മാനദണ്ഡം. ഇബാദത്തിലൂടെ അള്ളാഹുവിന്റെ തൃപ്തിയെയും അള്ളാഹുവിന്റെ അനുഗ്രഹത്തെയും വാങ്ങലാണ്. നമ്മുടെ ഇബാദത്ത് നമ്മുടെ രക്ഷക്ക് സാധ്യമാകുന്ന ഇബാദത്താണോ? അള്ളാഹു ആക്കി തരട്ടെ. പക്ഷെ അതാണോ സംഭവം? നിങ്ങൾക്കറിയില്ലേ, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, 500 വർഷക്കാലം ഇബാദത്ത് ചെയ്ത സ്വാത്വികനായ ഒരു ആലിം, അദ്ദേഹം മഹ്ശറിൽ ഹാജരാക്കപ്പെട്ടു. അല്ലാഹു തആല പറഞ്ഞു, ഇദ്ദേഹത്തിന് എന്റെ അനുഗ്രഹത്തോടു കൂടി സ്വർഗ്ഗത്തിലേക്ക് ഇടാൻ പറയാൻ റസൂലുള്ളാഹി. അല്ലാഹു തആല അപ്പൊ ഈ മനുഷ്യൻ പറയുന്നത് എന്താ അറിയോ? അപ്പൊ നിന്റെ ഔദാര്യം എനിക്ക് വേണ്ട. 500 കൊല്ലക്കാലം നിരന്തരമായ ഒരു നിമിഷം പോലും ഒഴിവാക്കാതെ ഞാൻ ആരാധന ചെയ്തിട്ട് നിന്റെ ഔദാര്യം വേണം റബ്ബേ എനിക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ. അതുകൊണ്ട് ഞാൻ നയിച്ച എന്റെ കൂലിക്ക് മതി എനിക്ക് സ്വർഗ്ഗം എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി വിശദീകരിച്ചു സ്വഹാബത്തിൽ. അല്ലാഹു തആല തീരുമാനിച്ചു അല്ലാഹുവിന്റെ അനുഗ്രഹത്തെയും അവൻ ചെയ്ത ആരാധന കർമ്മത്തിന്റെയും വിഷയത്തെ അളക്കാൻ. ബഹുമാനപ്പെട്ട മലായികത്തുകൾ വരികയാണ്. 500 വർഷത്തെ ആരാധന മീസാനിന്റെ ഒരു ക്ലാസ്സിൽ ഒരു ഭാഗത്ത് അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് അനുഗ്രഹങ്ങൾ, അതിലൊന്നാണല്ലോ നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത്, കണ്ണിന്റെ കാഴ്ച. അതിൽ ഒരു കണ്ണിന്റെ കാഴ്ച മറ്റൊരു ക്ലാസ്സിൽ കൂടി ഇടുകയാണ്. ഹദീസിൽ കാണാം, ഈ ഒരൊറ്റ കണ്ണിന്റെ കാഴ്ചക്ക് ഇദ്ദേഹം ഇനി 10,000 വർഷക്കാലം നിരന്തരമായി ഇബാദത്ത് ചെയ്യണമെന്ന് റസൂലുള്ളാഹി അല്ലെങ്കിൽ 500 കൊല്ലം ഒരു തെറ്റും ചെയ്യാതെ നിരന്തരമായി ഇബാദത്തിന്റെ മഹത്തായിരിക്കുന്ന ശ്രേണിയിൽ നടന്നു നീങ്ങിയ ആ മനുഷ്യന് പോലും ഒരിക്കലും അള്ളാഹുവിന്റെ അനുഗ്രഹമില്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുകയില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്രശ്നം വരുന്നില്ലല്ലോ. അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ ഇബാദത്ത് ചെയ്യണമെന്നില്ല. അനുഗ്രഹം വേണം. പക്ഷെ അനുഗ്രഹം കിട്ടുന്നത് എന്ത് വേണം? നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ ഹൃദയത്തിനെയും ആ ഹൃദയം ഉൾക്കൊള്ളുന്ന ശരീരവും അള്ളാഹു സ്വീകരിക്കാൻ തയ്യാറാവണം. അല്ലേ? അള്ളാഹു സ്വീകരിക്കാൻ തയ്യാറാവണം. 99 ആൾക്കാരെ കൊന്ന ആളെ ചരിത്രം അറിയില്ലേ നിങ്ങൾ? 99 ആളെ കൊന്നു. 100ാമത്തെ ആളോട് ചോദിച്ചു, എനിക്ക് തോന്നുന്നുണ്ടോ? അയാൾ ബേജാറായി പോയി. പറഞ്ഞു, 99 ആളെ കൊന്നൊരു മനുഷ്യന്റെ മുമ്പിലെ കാര്യം വെക്കുന്നത്, ഇയാളോട് പോകാൻ പറഞ്ഞു. എന്തൊരു മനുഷ്യനാ നിങ്ങൾ, എന്ത് ക്രൂരനാ! എന്റെ മുമ്പ് പോകും മനുഷ്യരില്ലേ നിങ്ങൾ കൊന്നത്? നിങ്ങൾ എന്തൊരു മോശപ്പെട്ട വ്യക്തിയാ! ഇയാൾക്ക് ദേഷ്യം പിടിച്ചു. ഇയാളെ പറഞ്ഞു, 99 ആളെ കൊന്ന് പരിചയം ആളല്ല. ഇയാളെന്തായിരിക്കും വാളെടുക്കലും ഉറച്ചപ്പെട്ടു. 100 കാമിലായി പൂർത്തിയായി. പക്ഷെ അദ്ദേഹത്തിന്റെ പശ്ചാത്താപം മുടങ്ങിയില്ല. അദ്ദേഹം തിരിച്ചു. അവസാനം അദ്ദേഹം മരണപ്പെടുകയാണ്. റഹ്മത്തിന്റെ മലായികത്തുകൾ അദ്ദേഹത്തെ ഏറ്റെടുത്തു. കാരണം എന്താ? പശ്ചാത്താപത്തിന്റെ വഴിയിലേക്ക് പോവുകയാണ് അദ്ദേഹം. അനുഗ്രഹത്തിന്റെ വഴിയിലേക്ക് പോവുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹം എത്രയാണ് നടക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഇമാമികൾ പഠിപ്പിക്കുകയാണ്, നോമ്പുകാരന്റെ വായയുടെ വാസന കസ്തൂരിയേക്കാൾ പരിമളമാണ്. വായയുടെ വാസന കസ്തൂരിയേക്കാൾ പരിമളമാണെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു. എപ്പോ ഉച്ചന്റെ മുമ്പ് നല്ല ബ്രഷൊക്കെ ചെയ്ത് ക്ലിയർ ആക്കി വെച്ചവന്റെ വായയുടെ വാസനയും പറഞ്ഞു. ഉച്ചന്റെ മുമ്പ് മനുഷ്യന്മാരടങ്ങാറാക്കുന്നത്. ഉച്ചന്റെ മുമ്പൊക്കെ എണീറ്റ് ഉഷാറായി ബ്രഷ് ചെയ്യേണ്ട രീതിയിലൊക്കെ ബ്രഷ് ചെയ്തിട്ട് ക്ലിയർ ആക്കിയവന്റെ വായയുടെ വാസന, അവനാണ് ഉച്ചയ്ക്ക് ശേഷം പല്ല് തേക്കൽ കറാഹത്ത്. മനസ്സിലാക്കണം. നോമ്പുകാരന് ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ, ബ്രഷ് ചെയ്യൽ കറാഹത്താകുന്നു. എപ്പോ? ഉച്ചന്റെ മുമ്പ് അത് ചെയ്ത് ക്ലിയർ ആക്കിയവരാണെങ്കിൽ. അല്ലാതെ ഉച്ചയ്ക്ക് ശേഷം അവൻ ഉറങ്ങി, ഉച്ചയ്ക്ക് മുമ്പ് ബ്രഷ് ചെയ്തതുമില്ല, പെട്ടെന്ന് എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ സമയത്ത് വേഗം കുപ്പായിട്ട് ഓടിയതാ, വേഗം ഷർട്ടിട്ട് ഓടിയതാ, പല്ലേ കണക്ക് മറന്നുപോയി, പിന്നീട് ഉറങ്ങി. ഉച്ചയ്ക്ക് ശേഷം വായയുടെ നാറ്റം ശക്തമായി. എന്നാൽ പല്ല് തേക്കൽ സുന്നത്താണെന്ന് ഫുഖഹാ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ കറാഹത്ത് വരുന്നില്ല. എപ്പോ ഉറങ്ങിയ കാരണം കൊണ്ട് വായയുടെ പകർച്ച ശക്തമായാൽ
പല്ല് തേക്കൽ സുന്നത്തും കൂടിയാണെന്ന് ഉലമാ പഠിപ്പിക്കുന്നു. ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കറാഹത്ത് എവിടെയാണ്? ഉച്ചക്ക് മുമ്പ് പല്ല് തേച്ച് വൃത്തിയായി ക്ലിയർ ആക്കിയാലാണ് കറാഹത്ത് എന്ന വിഷയം വരുന്നത്. കറാഹത്ത് വരുന്നില്ല എപ്പോ? ഉറങ്ങിയ കാരണം കൊണ്ടോ മറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങളെ കൊണ്ട് വായയുടെ പകർച്ച വ്യത്യാസപ്പെട്ടു പോയാൽ അവിടെ പല്ല് തേക്കൽ സുന്നത്താകുന്നു എന്നും കൂടെ പ്രാഥമികമായി മനസ്സിലാക്കണം. അപ്പൊ കസ്തൂരിയേക്കാൾ പരിമളമാണെന്ന് പറയുമ്പോ നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം കേൾക്കേണ്ടത്. 4, എല്ലാ രാത്രിയിലും നോമ്പുകാർക്ക് അള്ളാഹുവിന്റെ മലായികത്തുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മുമ്പുള്ള സമൂഹത്തിലില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ സമൂഹത്തിന് മാത്രമാണ് ഈ പ്രാർത്ഥനയുള്ളത് എന്ന് കാണാം. അതുകൊണ്ട് തന്നെയല്ലേ ഈ നോമ്പിന്റെ പ്രത്യേകമായ അവസ്ഥക്കാർ, ഈ നോമ്പിന്റെ പ്രത്യേകമായ രീതിയിലുള്ള നോമ്പും അതിന്റെ വിഷയങ്ങളൊക്കെ ഈ സമൂഹത്തിന്റെ പ്രത്യേകതയാണ് എന്ന് കാണാം കിതാബിൽ. ഞാൻ ആ ഭാഗം ഒന്നും വിശദീകരിക്കുന്നില്ല. പിന്നീടോ നോമ്പുകാരെ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ വിശുദ്ധമായിരിക്കുന്ന സ്വർഗീയ പൂങ്കാവനത്തിനോട് ഒരുങ്ങി നിൽക്കാൻ അള്ളാഹു തആല കൽപ്പിക്കുകയാണ്. സ്വർഗമേ, നീ ഒന്നും കൂടെ ഉഷാറാവണം, നീ ഒന്നും കൂടെ ക്ലിയർ ആവണം. കാരണം എന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി, ഹബീബ് എന്ന് പറഞ്ഞാൽ എന്താ? ഖലീൽ. ആരാണ്? സയ്യിദുന ഇബ്രാഹിം, കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. ഹബീബുല്ലാഹ് ആരാണ്? നമ്മുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. എന്താണ് ഹബീബ് എന്ന് പറയാൻ കാരണം? റെക്കമെൻഡ് ഇല്ലാതെ റബ്ബിനോട് ശുപാർശ ചെയ്യാൻ അധികാരമുള്ളവരാണ് ആര്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി എന്ന് പറയുന്നത്. റെക്കമെൻഡോട് കൂടി അല്ലാഹുവിലേക്ക് അടുക്കുന്നവരാണ് മറ്റു പ്രവാചകന്മാർ. അല്ലാഹുവിനോട് ചോദിക്കാൻ റസൂലുള്ളാഹിക്ക് റെക്കമെൻഡ് ആവശ്യമില്ല. മറ്റു പ്രവാചകന്മാർക്ക് റെക്കമെൻഡ് വേണം. ആരുടെ? റസൂലുള്ളാഹിന്റെ. അതല്ലേ ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പറഞ്ഞത്? മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വത്തഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി. അതാ അപ്പൊ സ്വർഗത്തിനോട് അല്ലാഹു തആല പറയുകയാണ്, സ്വർഗമേ, എന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ഉമ്മത്തികളെ സ്വീകരിക്കാൻ വേണ്ടി നീ ഒന്നും കൂടെ ഉഷാറായി നിൽക്കണമെന്ന് സ്വർഗത്തിനോട് പറയുമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. 6ാമത്തത്, സമൂഹത്തിന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുത്തുകൊണ്ട് ഓരോ ദിവസവും അല്ലാഹു തആല ഒരുപാട് ആളുകളെ സ്വർഗത്തിലേക്ക് റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നരകത്തിൽ നിന്ന് മോചനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ 29 ദിവസം ഓരോ രാത്രിയിലും അല്ലാഹു കണക്കാക്കി അത്ര ആളുകളെ സ്വർഗത്തിന്റെ ലിസ്റ്റിലേക്ക് കൊടുത്തുമ്പോൾ 30ാമത്തെ രാത്രി 1 മുതൽ 29 വരെ എത്രയാണോ റിക്രൂട്ട്മെന്റ് നടത്തിയത് അവരുടെ മൊത്തം സംഖ്യക്കനുസരിച്ചുകൊണ്ട് ഒരൊറ്റ രാത്രിയിൽ തന്നെ അല്ലാഹു തആല സ്വർഗീയ ലോകത്തേക്ക് ആളുകളെ നിയമിക്കുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഒരു അവസ്ഥയിലേക്കാണ് നമ്മളിപ്പോൾ മുന്നേറാൻ പോകുന്നത്. ഇത് നമുക്ക് നേടിയെടുക്കണ്ടേ? ഇത്രയധികം മഹത്തായിരിക്കുന്ന രാത്രികളും ഇത്രയധികം മഹത്തായിരിക്കുന്ന അനുഗ്രഹങ്ങളും കിട്ടുമ്പോൾ പ്രിയരെ, നമ്മളത് നേടിയെടുക്കണ്ടേ? അതുകൊണ്ട് തന്നെയല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങൾ ദീൻ പഠിക്കേണ്ടത് ഹുമൈറ എന്ന ചുവന്ന പെൺകുട്ടിയിൽ നിന്നാണ്. അതാരാണ്? ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ആയിഷ ബീവിയിൽ നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ദീൻ പഠിക്കേണ്ടത്. ദീനിന്റെ അർദ്ധഭാഗം, പകുതി ഭാഗം പഠിക്കേണ്ടത് ആരിൽ നിന്നാണ്? ആയിഷ ബീവിയിൽ നിന്നാണ്. ആയിഷ ബീവി പറയട്ടെ റസൂലുള്ളാഹി ഇബാദത്തിനെ സംബന്ധിച്ച്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ഇബാദത്തിനെ സംബന്ധിച്ച് ആയിഷ ബീവി പറയാ, റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ പിന്നെ റസൂലുള്ളാഹിന്റെ ജീവിതത്തിന്റെ ശൈലി ഒക്കെ മാറി. റസൂലുള്ളാഹിന്റെ ജീവിതത്തിന്റെ ശൈലികൾ മുഴുവൻ മാറി. എന്താണെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. മാത്രമല്ല, റമദാനിന്റെ അവസാനത്തെ 10 വന്നാലോ റസൂലുള്ളാഹി പിന്നെ 10ന്റെ മുമ്പ് തന്നെ പരിശുദ്ധ റൗദ ശരീഫിൽ പ്രവേശിച്ചുകൊണ്ട് ഇഅ്തികാഫിൽ നിയത്ത് വെച്ചു. വസദ്ദൽ മിഅ്തർ, റസൂലുള്ളാഹിന്റെ അരയുടുപ്പ് റസൂലുള്ളാഹി ഒന്ന് ശരിക്കും മുറുക്കിയെടുക്കും, ഒന്ന് ഒരുങ്ങും റസൂലുള്ളാഹി. എന്നിട്ടോ ഇഅ്തികാഫ് പൂർണ്ണമായും ഇരിക്കുകയാണ്. പിന്നെ ഒരു ചിന്ത അവിടെയില്ല. മാത്രമല്ല, അഹിലുകാരായ ഞങ്ങൾ റസൂലുള്ളാഹി വിളിച്ചുണർത്തുകയാണ്. അടിച്ചു വീശുന്ന കാറ്റ് പോലെയാണ് റസൂലുള്ളാഹി പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10-ൽ ധർമ്മത്തിന്റെ വിഷയത്തിലും ദീനിന്റെ വിഷയത്തിലും സദാചാര മൂല്യങ്ങൾ പൂർണ്ണമായും ഉയർത്തുന്ന വിഷയത്തിലും റസൂലുള്ളാഹി അടിച്ചു വീശുന്ന കാറ്റ് പോലെയാണ്. മാത്രമല്ല, റമദാൻ അല്ലാത്ത ദിവസങ്ങളിൽ ജിബ്രീൽ പലപ്പോഴായിട്ടാണ് റസൂലുള്ളാഹിനെ സന്ദർശിക്കാറുള്ളത്. പരിശുദ്ധ റമദാനിൽ എല്ലാ രാത്രിയിലും ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിനെ സന്ദർശിക്കാറുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയുമോ റസൂലുള്ളാഹിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ആയിഷ ബീവി പറയുന്നത്,
ആയിഷ ബീവി പറഞ്ഞു, നബിയെ എന്തിനാണ് നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടുകൊണ്ട് നിസ്കരിക്കുന്നത്? അങ്ങ് ആരാണ് നബിയെ? സ്വർഗത്തിന്റെ താക്കോൽ അല്ലാഹു നൽകുന്നത് നിങ്ങളുടെ കയ്യിലല്ല നബിയെ. ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന നബിയെ നിങ്ങളല്ലേ. ദോഷം എന്നൊരു വിഷയം റസൂലുള്ളാഹിനെ പറ്റി നമുക്ക് വിചാരിക്കാൻ പാടില്ല. പക്ഷേ മനുഷ്യൻ എന്ന നിലയ്ക്ക് സംഭവിച്ചു പോകുന്ന വിഷയമല്ലേ ദോഷം എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനത്തെ ദോഷം വിചാരിച്ചുകൊണ്ടല്ല, മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വിഷയമാണല്ലോ ദോഷം എന്ന് പറയുന്നത്. ദോഷം എന്നൊരു വിഷയം സാങ്കല്പികമായിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഇനി വരാൻ പോകുന്നതാവട്ടെ ചെയ്തതാവട്ടെ സർവവും അല്ലാഹു തആല പുറത്തു തന്ന ഹബീബല്ലേ നിങ്ങൾ. എന്തിനാണ് നബിയെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് ഇങ്ങനെ വിഷയിപ്പിക്കുന്നത്? കാലിൽ നീര് വന്നില്ല നബിയെ, ശരീരം മുഴുവനും ആക്ഷേപം പറയുന്നില്ല നബിയെ, എന്താണ് ഇതിന്റെ അവസ്ഥ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പറയുകയാണ്, അഫലാ അകൂലു അബദൻ ശകൂറാ, അല്ലാഹുവിന്റെ നന്ദി ചെയ്യുന്ന ഒരു വിനീതനായ അടിമയായി ഞാൻ മാറട്ടെയോ? പ്രിയപ്പെട്ട യുവാക്കളെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, സ്വർഗം ഉദ്ഘാടനം ചെയ്യാൻ അല്ലാഹു തആല അധികാരം കൊടുത്ത പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹിന്റെ വിഷയം നമ്മൾ മനസ്സിലാക്കണം. എന്തിനാ റസൂലുള്ളാഹി അങ്ങനെ കഷ്ടപ്പെടുന്നു? നിങ്ങൾക്കറിയില്ലേ, പരിശുദ്ധ ഉംറക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് സമ്മതം ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? ഗുരുനാഥനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി ശിഷ്യനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് വന്ന് ചോദിക്കുന്നു, യാ റസൂലുള്ളാഹി, ഞാൻ ഉംറക്ക് പോവുകയാണ്, താങ്കൾ എനിക്ക് സമ്മതം തരണം. റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? യാ ഉഖയ്യ ലാ തൻസാനാ ഫീ ദുആഇ. ഓരേ, നിങ്ങൾ പോകുന്നത് പരിശുദ്ധ ഹറമിലേക്കാണ്, കഅബാലയത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അവിടെ വിശുദ്ധമായിരിക്കുന്ന ഹജറുൽ അസ്വദ് ഉണ്ട്, മുൽതസിമുണ്ട്, കഅബാലയത്തിന്റെ കവാടമുണ്ട്, ഹിജ്ർ ഇസ്മായിൽ ഉണ്ട്. പെട്ടെന്ന് ദുആക്ക് ഉത്തരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സമയത്ത് ആ ദുആയിൽ ഞങ്ങളെ ചേർക്കണം കേട്ടോ, മറന്നു കളയരുത്. ആര് പറയുന്നു പ്രിയരെ? ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി. എന്തിനാണ് ഇത് പറയുന്നത്? റസൂലുള്ളാഹി കാര്യങ്ങളുടെ ദുആക്ക് ആവശ്യമുണ്ടോ? റസൂലുള്ളാഹിക്ക് ആരെയോടെങ്കിലും പ്രാർത്ഥന ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷേ പിൽക്കാലത്ത് വരുന്ന നമുക്കൊരു പാഠമാണത്. അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ജീവിതത്തിന്റെ പൂർണ്ണമായ അവസ്ഥകൾ പൂർണ്ണമായും വിനീതനായിരുന്നു റസൂലുള്ളാഹിന്റെ ജീവിതങ്ങൾ. അത് നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്കറിയില്ലേ, ബഹുമാനപ്പെട്ട ആയിഷ ബീവി പറഞ്ഞത്, കാലിൽ നീര് വന്ന് ശരീരം ആക്ഷേപം പറയുന്ന രീതിയിലായിരുന്നു റസൂലുള്ളാഹിന്റെ സാധാരണ രീതിയിലുള്ള സുന്നത്ത് നിസ്കാരം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് നിസ്കരിക്കാൻ ചെന്നു. ഒരു രാത്രി ഒരു സുന്നത്ത് നിസ്കാരം റസൂലുള്ളാഹിയോട് നിസ്കരിക്കാം. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അങ്ങനെ ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പിന്നിൽ വെച്ചുകൊണ്ട് തുടർന്നു. റസൂലുള്ളാഹി ഇമാമാണ്, ഹുദൈഫ റളിയല്ലാഹു അൻഹു മഅ്മൂമാണ്. അങ്ങനെ റസൂലുള്ളാഹി എന്ത് ചെയ്തു? നിങ്ങൾ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ബഖറ ഓതി. റസൂലുള്ളാഹി ഓതി. ഹുദൈഫ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി റസൂലുള്ളാഹി 100 ആയത്ത് ഓതിയിട്ട് നിർത്തും. റസൂലുള്ളാഹി 100 ആയത്ത് ഓതിയിട്ട് നിർത്തും മനസ്സിലാക്കി. 100 ആയത്തിൽ അതിന്റെ പിന്നെ ഓതുന്നതാണ്. അപ്പൊ ബഹുമാനപ്പെട്ട് വിചാരിച്ചു, ഞാൻ പിന്നെ കുറച്ചുകൂടി എത്തിയാ നിർത്തും മനസ്സിലാക്കി. പക്ഷെ നിർത്തുന്നില്ല. അൽ ബഖറ സൂറത്ത് ഫുള്ളാക്കി. എന്നിട്ടോ സൂറത്തുൻ നിസാ തുടങ്ങി. മനസ്സിലാക്കണം നിങ്ങൾ, സൂറത്തുൻ നിസാ തുടങ്ങി. ബഹുമാനപ്പെട്ടവർ മനസ്സിലാക്കി, സൂറത്തുൻ നിസാന്റെ പകുതി റസൂലുള്ളാഹി നിർത്തുന്നുവെന്ന്, 3/4 ഭാഗം നിർത്തുമെന്ന് ബഹുമാനപ്പെട്ട അവർ മനസ്സിലാക്കി. നിർത്തിയില്ല, സൂറത്തുൻ നിസാ പൂർണ്ണാക്കി. ഒറ്റ നൃത്തത്തിലാണ്, 20 റക്അത്ത് തറാവീഹല്ല, ഒരൊറ്റ നൃത്തത്തിൽ സൂറത്തുൻ നിസാ പൂർത്തിയാക്കി. പിന്നെ റസൂലുള്ളാഹി തുടങ്ങുന്നു എന്ത് നിറങ്ങള്? ആല ഇംറാൻ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഞാൻ പറയുന്നത്. ആല ഇംറാൻ തുടങ്ങി, അത് പൂർത്തിയാക്കി. ബഹുമാനപ്പെട്ടവർ പറയാ, റസൂലുള്ളാഹി ഓതുന്ന എങ്ങനെ നിറങ്ങള്? പൂർണ്ണമായും തജ്വീദ് നിയമം അനുസരിച്ചുകൊണ്ട്, മടിക്കേണ്ടടുത്ത് മടിച്ച്, അദാബിന്റെ ആയത്ത് വരുമ്പോ കാവലിനെ തേടി, റഹ്മത്തിന്റെ ആയത്ത് വരുന്ന സമയത്ത് റഹ്മത്തിനെ ചോദിച്ച്, അങ്ങനെ നിയമങ്ങളും വശങ്ങളും ഖുർആനിന്റെ പൂർണ്ണമായ നാനാ വശങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ഇതൊക്കെ ഓതി തീർക്കുന്നത്. ഏതൊക്കെ ഓതിയറിങ്ങള്? സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ബഖറ, സൂറത്തുൻ നിസാ, ആല ഇംറാൻ, ഇതൊക്കെ ഓതി. ഹുദൈഫ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി, പിന്നെ റുക്കൂ ചെയ്യാനായല്ലോ, അൽഹംദുലില്ലാഹ് റുക്കൂ ചെയ്തു. ഈ റുക്കൂ എവിടെത്തിയതാണ് നിങ്ങൾ? സൂറത്തുൽ ബഖറന്റെ ഓതി അത്ര റുക്കൂ, അത്ര സമയം. സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി. മനസ്സിലാക്കുന്നത്. സുജൂദോ അതേപോലെ തന്നെ സുജൂദ്. ഇതാരാണ് ഈ ചെയ്യുന്നത്? ആരാണ് ഈ നിസ്കരിക്കുന്നത്? എന്തിനാണ് ഈ നിസ്കരിക്കുന്നത്? നമ്മളുടെ അവസ്ഥ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, അല്ലേ? 20 റക്അത്ത് തറാവീഹ് നിസ്കാരം എത്ര സമയം കൊണ്ടാണ് നമ്മളൊക്കെ നിസ്കരിക്കുന്നത്, അല്ലേ? അതെന്നെ എവിടെ നമ്മൾ സെലക്ട് ചെയ്യുക?
എവിടെ പോണെന്നാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ അങ്ങനെ തീരുമാനിച്ചു. ഏറ്റവും കൂടുതൽ സ്പീഡ് അനന്തരക്കൈഫാണ് മാറ്റുന്നത്. അനന്തരക്കൈഫ് പോകുന്ന പള്ളിപ്പേടയിലുണ്ടോ? സംഭവം 20 റക്അത്തിന് നിസ്കരിക്കുന്നുണ്ട്. പക്ഷേ അരമണിക്കൂർ കൊണ്ട് ഇശാവും കഴിയണം, 20 റക്അത്ത് തറാവീഹും കഴിയണം, വിത്റും കഴിയണം. സലാം വീട്ട് റൂമിലിട്ട് എത്തിയ നല്ല ഉസ്താദാണ് കേട്ടോ. ആള് ഭയങ്കര സ്പീഡാണ്. ആളെന്താ പോലെ ഉസ്താദ്? എന്താ കാരണം? അരമണിക്കൂറല്ലേ? 9 മണിക്ക് വാക്ക് വിളിച്ച് കഴിഞ്ഞാൽ 9:30 നമ്മൾ റൂമിലെത്തും. എന്നിട്ട് നമ്മളെ അവസ്ഥ എന്താ? അബൂബക്കർ സിദ്ദീഖിന്റെ മുമ്പിലാ നമ്മളൊക്കെ സ്വർഗപ്രവേശനം. വിചാരം നല്ലതന്നെ, ഖൈർ വിചാരിക്കണമെന്നാണല്ലോ. ഈ റസൂലുള്ളാഹിന്റെ നിസ്കാരത്തിനെയും സ്വഹാബത്തിന്റെ നിസ്കാരത്തിനെയും നമ്മൾ ബന്ധപ്പെടുത്തുക. എന്തിനാണ് അവരിത് ചെയ്യുന്നത് എന്ന ബോധാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരാണ് ഇത് ചെയ്യുന്നത്? നമ്മളെ ഖിറാഅത്തിലും നമ്മളെ ഓത്തിലും തജ്വീദിന്റെ നിയമമുണ്ടോ? എവിടെയാണ് നമ്മൾ അവസ്ഥയുള്ളത്? എന്നിട്ടാണോ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെടുന്ന നമ്മളാണോ നല്ല വിചാരത്തിന്റെ ഉടമകളായിട്ട് മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുന്നത്? എന്ത് മാനദണ്ഡമാണ് നമ്മൾ നന്നാവാൻ നമ്മുടെ സമീപത്തിലുള്ളത്? എന്ത് മാനദണ്ഡമുണ്ട്? ചിന്തിക്കേണ്ടതല്ലേ നമ്മൾ? നമുക്കാകെ ഇന്നിപ്പോ ഒരാൾ ചിന്തിക്കുക, ഏതായാലും ഇശാക്ക് വലിയൊരു സൂറത്ത് നിസ്കരിക്കണം, ഇന്ന് ഏതായാലും വലിയൊരു സൂറത്ത് നിസ്കരിക്കണം. ഓക്കെ, അങ്ങനെ ചിന്തിച്ച് പൂർവ്വമൊക്കെ എടുത്തു, നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു, ഫാത്തിഹ ഓതി, സുജൂദിലാ ഓർമ്മ വരുന്ന പടച്ചോനെന്റെ പുസ്തകത്തെ സൂറത്ത് ഓതാൻ വിചാരിച്ചു. കാരണം എങ്ങനെ വന്നാലും വരുള്ളൂ. വലിയ ഇന്നൊക്കെ എന്തായാലും വല്ലേരി ഓതെന്ന് വിചാരിച്ചിട്ട് പോയതാ. പക്ഷെ എങ്ങനെ വരാതായാലും കണ്ടടക്കം കൊല്ലുവന്നേ വരുള്ളൂ. തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ മനസ്സിലാക്കണം. കുലിയാൽ കാഫിറൂൽ ഓതി അതിന് തീർന്നില്ല. കുലിയാൽ കാഫിറൂൽ ആപത് മാതാപത് പിന്നെ ലാസ്റ്റ് കാസ്റ്റ് മൗക്കൂൽ വെക്കാണ്. അപ്പൊ ഈ നിലക്ക് നമ്മൾ റമദാനിനെ സ്വാഗതം ചെയ്താൽ മതിയോ? സ്വാഗതം ചെയ്യാൻ നമ്മുടെ ഭാഗത്ത് എന്ത് മാനദണ്ഡമുണ്ട്? പറഞ്ഞെന്താ നിങ്ങള്? സൂറത്തുൽ ബഖറ റസൂലുള്ളാഹി തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ച 100 ആയത്തെത്തിയാ നിർത്തുന്നതാണ്. 100 ആയത്തെത്തിയാ നിർത്തും. അല്ലെങ്കിലോ സൂറത്തുൽ ബഖറ പൂർത്തിയാക്കിയാൽ എന്തായാലും നിർത്തുന്നു വിചാരിച്ച്. പക്ഷെ റസൂലുള്ളാഹിന്റെ ജീവിതത്തിന്റെ ശൈലി ഇതായിരുന്നു. അത് റസൂലുള്ളാഹി തന്റെ സ്വഹാബത്തിനെ തസ്കിയത്ത് ചെയ്യുകയായിരുന്നു റസൂലുള്ളാഹി ചെയ്തിരുന്നത്. ആ ഒരവസ്ഥയിലേക്ക് പൂർണ്ണമായി മടങ്ങാൻ നമുക്ക് സാധിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. മനസ്സിലാക്കിക്കൊണ്ട് വിലയിരുത്തി മാനദണ്ഡങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഒരു പൂർണ്ണമായ വിചിന്തനത്തിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വേദിയെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തആല സഹായിക്കുമാറാവട്ടെ. ഞാൻ ആ ഭാഗം നിർത്തുകയാണ്. പിന്നീട് ഒരു മനുഷ്യരാണല്ലോ, മലക്കുകളല്ലല്ലോ. പല സാഹചര്യങ്ങളോട് ബന്ധപ്പെടാൻ പ്രത്യേകമായി നമുക്ക് പല സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ അവയവങ്ങളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ സാഹചര്യങ്ങളെ പല മോശമായിരിക്കുന്ന അവസ്ഥയിലേക്കും പോകാൻ സാധ്യതയുള്ള വിവിധ മേഖലകളുണ്ട്. അത് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ തന്നെ നിത്യമാകലല്ലോ മനുഷ്യൻ ചെയ്യേണ്ടത്. അതിൽ നിന്ന് പൂർണ്ണമായും ബോധത്തോടു കൂടി പിന്മാറാനുള്ള ഒരു മനസ്സും മനുഷ്യന് വേണം. അതിന് അല്ലാഹു തആല വെച്ച പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തൗബ എന്ന് പറയുന്നത്. ഇത് തൗബയുടെ മാസമാണ്. ഇത് തൗബയുടെ മാസമാണ്, പ്രായശ്ചിത്തത്തിന്റെ മാസമാണ്. പൂർണ്ണമായും പാപമോചനത്തിലൂടെ റബ്ബിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ പറ്റുന്ന പരിശുദ്ധമായ ഒരു ദിനരാത്രങ്ങളാണ് പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് വരുന്നത്. മഹാനായ റസൂലുള്ളാഹി പഠിപ്പിച്ച കാര്യങ്ങൾ അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബല. തെറ്റ് ചെയ്തവൻ അതിൽ നിന്ന് മോചനം നേടി തൗബ ചെയ്തു കഴിഞ്ഞാൽ തീരെ തെറ്റ് ചെയ്യാത്തവനെ പോലെയാകുന്നു അവനെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ തെറ്റിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് സാധിക്കണം. എന്ത് തെറ്റാണെങ്കിലും റബ്ബ് പൊറുക്കും. ഒരു തെറ്റും അല്ലാഹു പൊറുക്കാതിരിക്കില്ല, എത്ര കഠിനമായ തെറ്റുകാരനായിരുന്നാലും. പക്ഷേ ആ തെറ്റിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാവട്ടെ അവന്റെ തൗബ. എന്താണ് അതിന് വേണ്ടത്? ഒരു പ്രശ്നം ആ വിഷയത്തിലില്ല. ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിനെ പൂർണ്ണമായും അതിൽ നിന്ന് ഒഴിവാകാൻ അവൻ തയ്യാറാവണം. പഠിച്ചവരെ, ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ്, ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റ് ചെയ്യില്ല, അത് ഞാനിതാ മാറിപ്പോവുകയാണ്, ഒരിക്കലും പിന്നെ അതിലേക്ക് മടങ്ങരുത്.
ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഒരു മാനസികമായ കുറ്റബോധം അവനുണ്ടാകണം. കുറച്ചുപേരെ ഞാനൊരു തെറ്റ് ചെയ്യാൻ പാടില്ലാത്ത വ്യക്തിയായിരുന്നല്ലോ, ഞാനൊരു മുസ്ലിം അല്ലേ, ഇസ്ലാം എന്ന വിശുദ്ധമായ ചട്ടക്കൂടിന്റെ ഉള്ളിൽ ജീവിക്കാൻ പൂർണ്ണമായി ബന്ധപ്പെട്ടവനല്ലേ ഞാൻ, പക്ഷെ അതിന്റെ മാനദണ്ഡങ്ങൾ ഞാൻ തെറ്റിച്ചു, ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. കുറ്റബോധം അവന്റെ മനസ്സിൽ വന്നു. അപ്പൊ ആ കുറ്റബോധത്തോടെ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാവരോട് ഒരിക്കലും പിന്നീട് അതിലേക്ക് മടങ്ങാത്ത വിധത്തിൽ അവൻ അള്ളാഹുവിനോട് പാപമോചനത്തിന് തയ്യാറായാൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല അവന്റെ തൗബ സ്വീകരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു പാപത്തിന്റെ കവാടങ്ങൾ തുറന്നു വെക്കുകയാണ്. ഇദാ ജാഅ റമളാൻ, ഇദാ ജാഅ റമളാൻ ഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ പൂർണ്ണമായും തുറക്കാൻ പോവാണ്. ആകാശത്തിന്റെ കവാടങ്ങൾ പൂർണ്ണമായും തുറന്നു, സ്വർഗത്തിന്റെ കവാടങ്ങൾ പൂർണ്ണമായും തുറന്നു വെച്ചിരിക്കുകയാണ് അല്ലാഹു തആല. എന്നിട്ടോ വഹുല്ലഖത് അബ്വാബുൻ നിറാൻ, നരകത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തആല ഒരു മാസത്തേക്ക് അടച്ചു വെച്ചു. ഇന്നത് തുറക്കരുത്. അതിനെ ഏൽപ്പിക്കുന്ന, അതിനെ കൈകാര്യം ചെയ്യുന്ന മലായികത്തോട് അല്ലാഹു തആല ഏൽപ്പിക്കുകയാണ്. വസുഫിദത് ശയാതീൻ, പിശാചിന്റെ ശർറിനെ അല്ലാഹു തആല പിടിച്ചു കെട്ടുകയാണ്. പൈശാചികമായ പ്രേരണയിലൂടെ മോശമായ മുഴുവൻ പ്രവൃത്തിയിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ സമൂഹത്തിന്റെ പൂർണ്ണമായ ഒരു പരിചയാക്കി മാറ്റുകയാണ് അല്ലാഹു തആല പരിശുദ്ധ റമളാനിനെ. പക്ഷെ അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. എന്തിനു വേണ്ടിയാണ് അല്ലാഹു തആല ഇങ്ങനെ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നത്? ആകാശഭൂമികളെക്കാളും വ്യാപ്തിയും വലിപ്പവുമുള്ള പരിശുദ്ധ സ്വർഗീയ പൂങ്കാവനത്തിലേക്ക് നിങ്ങൾ ഉണർന്നു വരണം. ഒരിക്കലും നിങ്ങൾ മടിച്ചു നിൽക്കരുത് കേട്ടോ എന്ന് അല്ലാഹു തആല മുഅ്മിനീങ്ങളോട് ഇങ്ങനെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണിത്? അല്ലാഹു നമ്മളൊക്കെ സ്വർഗത്തിൽ പോയിട്ട് അല്ലാഹു എന്ത് കിട്ടാനാ? പക്ഷേ അല്ലാഹുവിന്റെ അടിമകളാണ് നമ്മൾ. എന്റെ അടിമകളാണല്ലോ എന്റെ ഈ സൃഷ്ടികളൊക്കെ. ഒരിക്കലും അവരെ ശിക്ഷിക്കപ്പെടരുത്, അവര് മോശമായി പോവരുത്, അവര് ചീത്തയിൽ മാത്രം വ്യാപൃതരാവരുത്, അതിൽ അവർ നിത്യമാവരുത്. അവർക്ക് ഞാൻ ഒരുക്കി വെച്ച സ്തുത്യർഹമായ സങ്കേതങ്ങൾ എന്റെ അടിമകൾക്ക് കൊടുക്കണമെന്ന് അല്ലാഹു തആല തീരുമാനിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അത് വാങ്ങാൻ നമുക്ക് സാധിക്കുന്നില്ല. അത് വാങ്ങുന്നത് നമ്മൾ പിന്തിരിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഈ ആ പാറ്റകൾ തീയിലേക്ക് വരുന്നത് പോലെ നിങ്ങൾ ഒരിക്കലും വരരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആ പാറ്റകളെ അടിച്ചു ഓടിക്കുന്ന ഒരാളെ പോലെയാണ് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. നമ്മൾ നരകത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുക. റസൂലുള്ളാഹി പറഞ്ഞ വരല കേട്ടോ, നരകമാണിത്, ഇത് നരകമാണ്, വരല, ഇത് കരിച്ചു കളയുന്ന വസ്തുവാണ്, വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി നമ്മെ ഇങ്ങനെ ദൂരെ കാറ്റി ഓടിക്കുമ്പോൾ, സ്വർഗത്തിന്റെ വഴിയിലേക്ക് നമ്മെ തെളിക്കുമ്പോൾ, അതിൽ നിന്ന് പൂർണ്ണമായും പിന്തിരിഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും നമ്മൾ ഇതിൽ തന്നെ വന്ന് ചാടാനാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലേ നമ്മുടെ ശരി? ഞാൻ നിങ്ങളും ചിന്തിക്കേണ്ട വിഷയമല്ലേ അത്? ഞാൻ എന്റെ 24 മണിക്കൂർ ലിഖിത പരിശോധനയ്ക്ക് വിധേയമാക്കുക. ഇന്ന് സ്വബഹി മുതൽ നാളെ സ്വബഹി വരെ എന്റെ 24 മണിക്കൂറിൽ ഞാൻ ഹിത പരിശോധന നടത്തുമ്പോൾ ഈ 24 മണിക്കൂറിൽ നിന്ന് എത്ര മണിക്കൂറുകളാണ് അല്ലാഹു തആല സ്വീകരിക്കാൻ പറ്റുന്ന സമയമുള്ളത് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് എത്ര മണിക്കൂറുകളാണുള്ളത് എന്ന് ചിന്തിക്കട്ടെ. നമ്മുടെ അവയവങ്ങളും നമ്മുടെ മറ്റ് വിഷയങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടുകയില്ലേ നാളെ ആഖിറത്തിൽ? ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, പരിശുദ്ധ ഖുർആൻ. അപ്പോൾ അതുകൊണ്ട് മാറ്റങ്ങൾക്ക് വിധേയമാകണം, ചിന്തകൾക്ക് വിധേയമാകണം. നമ്മൾ ഒരു പുനർവിചിന്തനത്തിന് അല്ലാഹു തആല നമുക്ക് സമയം തരികയാണ്. ഹാസിബു ഖബല അൻ തുഹാസബു, നമ്മൾ പൂർണ്ണമായും ചികഞ്ഞ് അന്വേഷിക്കേണ്ടത്, നമ്മൾ പൂർണ്ണമായും കണക്ക് കൂട്ടേണ്ടത്, ഓഡിറ്റ് ചെയ്യേണ്ടത് ആദ്യമായിട്ട് നമ്മയാണ്. എപ്പോ? നമ്മെ കണക്കെടുക്കുന്നതിന് മുമ്പായിട്ട്. മറ്റുള്ളവരുടെ കണക്കുകളല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ കണക്കെടുക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ആ ദിവസത്തിന്റെ മുമ്പ് സ്വയം ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുക, അല്ലേ? ജനറൽ ബോഡി കൂടുന്ന സമയത്ത് മുമ്പായിട്ട് നമ്മൾ എക്സിക്യൂട്ടീവ് കൂടാറുണ്ട്. എന്തിനാണ് ജനറൽ ബോഡി എന്ന് പറയുന്ന ഹാൾ മെമ്പേഴ്സ് കൂടുന്നതല്ലേ? അതിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ പ്രവർത്തിച്ച പ്രവർത്തനത്തിൽ മോശമുണ്ടാവരുത്. ഒരു ജനറൽ വിഭാഗത്തിന്റെ ജനറൽ ബോർഡിന്റെ മുമ്പാകെ നമ്മുടെ റിപ്പോർട്ട് വായിക്കുന്ന അവസരത്തിൽ നമ്മുടെ ഈ ഒരു വർഷത്തെ പ്രവർത്തനം പൂർണ്ണമായും ശ്ലാഘിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തനത്തെ കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കണം. നമ്മുടെ കമ്മിറ്റിക്ക് കഴിയണം, നമ്മുടെ സംഘടനക്ക് കഴിയണം എന്ന് ചിന്തിക്കാൻ വേണ്ടി അതിലുള്ള പാകപ്പിഴവുകളെ തിരുത്തി പിഴവുകളെ പരിഹരിച്ച് വേണ്ടിയിട്ടല്ലേ നമ്മൾ ആദ്യം എക്സിക്യൂട്ടീവ് കൂടുന്നത്? അങ്ങനെയല്ലേ യോഗത്തിന്റെ മാനദണ്ഡല്ലേ? അതല്ലേ നമ്മൾ കൂടുന്നത്? എന്തിനാണത്? ജനറൽ ബോർഡിന്റെ മുമ്പായിട്ട് എക്സിക്യൂട്ടീവ് കൂടുന്നതിന്റെ പേരുന്നത് എന്തിനാണ്? കണക്കാദ്യം ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ഓഡിറ്റ് ഏൽപ്പിക്കുന്നതിന്റെ കാരണം എന്താ? നമുക്ക് നേരത്തെ തന്നെ വായിച്ചാൽ പോരെ? ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണമെന്ന് മനസ്സിലാക്കി പറഞ്ഞാൽ പോരെ ജനറൽ ബോഡിയോട്? പക്ഷെ നമ്മൾ അങ്ങനെയാണോ ചെയ്യാറുള്ളത്?
വിഷയങ്ങൾ മാനദണ്ഡത്തോടു കൂടി അതിന്റെ നിയമാവലിയോടുകൂടി നടക്കണം. ആ നിയമാവലിയോടുകൂടി നടക്കുമ്പോഴാണ് ജനറൽ വിഭാഗം നമ്മെ സ്വീകരിക്കുന്നത്. സമൂഹത്തിന്റെ മുമ്പിൽ ഒരു വിഷയം നമ്മൾ സമർപ്പിക്കുമ്പോൾ ആ സമർപ്പണത്തിന്റെ വിഷയങ്ങൾ ബോധിതരാക്കാൻ വേണ്ടി നമുക്ക് കഴിയുന്നത് എപ്പോഴാണ്? നമ്മുടെ പ്രവർത്തനത്തിൽ സംശുദ്ധത ഉണ്ടാകുമ്പോഴാണ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാഹു തആല നന്മയുടെ ചിന്തയിലൂടെ നമുക്ക് സഞ്ചരിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ആ ഭാഗം നിർത്തുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതുകൊണ്ട് തൗബ ചെയ്യണം നമ്മൾ നല്ല. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ പാരായണം. നമ്മുടെ സ്വാഗത ഭാഷകൻ പരിശുദ്ധ ഖുർആനിന്റെ വിഷയം പറഞ്ഞില്ലേ? ഇവിടെ ഖുർആനിന്റെ മാസമല്ലേ റമദാൻ എന്ന് പറയുന്നത്. മഹാനായ റസൂലുള്ളാഹി പറഞ്ഞു, എത്ര ഖുർആൻ പാരായണക്കാരുണ്ടെന്ന് അറിയുമോ നിങ്ങൾ? എത്ര ഖുർആൻ പാരായണക്കാരുണ്ട്. അവരെ ഖുർആൻ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഖുർആൻ നമ്മെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? ഇത് ഖുർആനാണെന്നൊരു ബോധം ഓതുന്നാക്ക് വേണ്ടേ? എന്താണ് ഇതിന്റെ മുമ്പിലിരിക്കുന്നത്? എന്റെ മുമ്പിലിരിക്കുന്ന വസ്തു എന്താണ്? ഞാൻ ഇതിനെ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്? ഞാൻ എങ്ങനെയാണ് ഇതിനെ പഠിക്കേണ്ടത്? ഞാൻ എങ്ങനെയാണ് ഇതിനെ പിടിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഖുർആൻ ശപിച്ച് ഈ ചെന്നൈ ഒന്ന് നിർത്തി കിട്ടിയെങ്കിൽ പഠിച്ചവരെ എനിക്ക് ശാന്തമായി ഞാൻ അവിടെ ഓതുന്നില്ലെങ്കിൽ ഞാൻ അവിടെ ഒന്നാമതായിരുന്നു ഖുർആൻ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി പറയാം. എത്ര ഖുർആൻ പാരായണക്കാരിയാണ്. ഖുർആൻ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാലോ നമ്മുടെ ഖുർആൻ ഒന്നിന്റെ അവസ്ഥ എങ്ങനെയാണ്. നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ഖുർആൻ നമ്മൾ മനസ്സിലാക്കിയത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സാധുവായ ഞാൻ പഠിക്കുന്ന കാലഘട്ടം ഇപ്പോഴും അന്നൊക്കെ സുബഹി നിസ്കരിച്ചാൽ ആദ്യമായിട്ട് ദർസിന്റെ സദുക്ക് തഫ്സീറാണല്ലോ. അങ്ങനെ ഞങ്ങൾ തഫ്സീർ ഓതാൻ വേണ്ടി ഉസ്താദിന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. അപ്പൊ സുബഹിന്റെ ശേഷം എന്തായാലും ഒരു ഉറക്കിന്റെ ചെറിയൊരു ചാഞ്ചല്യം ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഉറക്ക് പോകാൻ വേണ്ടിയിട്ട് മുതാലിമീങ്ങൾക്ക് ചായ കൊണ്ടുപോകും. അപ്പൊ അത് ഓരോ ദിവസം ഓരോരുത്തരാണ് ചായ കാച്ചേണ്ടത്. അപ്പൊ തഫ്സീർ ഓതുന്ന വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് ആ ചായ കാച്ചുന്ന വിദ്യാർത്ഥികൾ ചായയുമായിട്ട് വന്നു. ചായ ഞങ്ങൾ അടുത്ത് വെച്ച് ഉസ്താദിന് കൊടുത്തു. കടി ഒരു റസ്കാണ്. എല്ലാ മുതാലിമീങ്ങൾക്കും ഒരു റസ്ക് ഉണ്ടാവും. അത് കോയമ്പത്തൂരിൽ നിന്ന് ഒരു കച്ചവടക്കാരൻ കൊടുത്തേക്കാം. അല്ലാഹു തആല അദ്ദേഹത്തിന് ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. കേട്ടോ, ഉസ്താദിന്റെ മുമ്പ് നമുക്ക് ഒരു റസ്ക് എടുക്കുള്ളൂ. തീരുമ്പോഴാണ് പിന്നെ അതിന്റെ വിഷയങ്ങളൊക്കെ ഉണ്ടായത്. ഏതായിരുന്നാലും ഈ റസ്ക് ഉസ്താദിന് കൊടുത്ത് ഉസ്താദിന്റെ ശേഷമാണ് വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് വിതരണം ചെയ്തത്. ഞാൻ ഈ റസ്കിനെ ഇങ്ങനെ കിതാബിന്റെ മേലെ കൂടെ ആ റസ്ക് ഇങ്ങോട്ട് വാങ്ങിയപ്പോ ഉസ്താദിന്റെ കയ്യിലുള്ള വടി കൊണ്ട് എന്നെ അടിച്ചു. എന്താണ് നീ ചെയ്യുന്നത്? തഫ്സീറിന്റെ മേലെ കൂടിയാണോ ഈ റസ്കൊക്കെ വാങ്ങാൻ വേണ്ടി നീ കൈ സൂക്ഷ്മാലുക്കളായിരിക്കുന്ന ഉലമാക്കളുടെ ചിന്ത നോക്കണം നിങ്ങൾ. ഒരു തെറ്റും അവിടെ ചെയ്തിട്ടില്ല. പക്ഷേ കിതാബിന്റെ മേൽഭാഗത്തൂടെ കൈ പോയിക്കൊണ്ട് ആ ചായക്കുള്ള കടി ആ റസ്ക് ഇങ്ങോട്ട് വാങ്ങിയപ്പോ അതുപോലും സമ്മതിക്കാറില്ല ബഹുമാനപ്പെട്ട ഉലമാക്കൾ. ബഹുമാനപ്പെട്ട സിയും വലിയുമായി തങ്ങളെ സംഭവം അറിയില്ലേ നിങ്ങൾ? ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ് ഒരിക്കലും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വേദിയിൽ. പെട്ടെന്ന് ബഹുമാനപ്പെട്ട സിയും വലിയ കയറി ഇങ്ങോട്ട് വന്നു. കയറി വന്ന സമയത്ത് ഈ മേശമേൽ വിരിച്ചിരിക്കുന്നത് പരിശുദ്ധ റൗള ശരീഫിന്റെ ഫോട്ടോയുള്ള ഒരു വിരിപ്പാണ്. അതിന്റെ മേലെ വെച്ചിട്ടുണ്ട് ഫ്ലാസ്ക്, മറ്റു വസ്തുക്കളൊക്കെ അതിന്റെ മേലെ വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സിയും വലിയൊക്കെ പെട്ടെന്ന് വന്നിട്ട് ആ ഫ്ലാസ്കും ആ സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുത്തിട്ട് ഈ വിരിപ്പ് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് അതിനിങ്ങനെ ചുംബിച്ചിട്ട് ഒരു ഭാഗത്ത് കൊണ്ടുപോയി വെച്ചിട്ട്, എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഉമ്മത്തുൽ ഖദറാഉള്ള ഈ പഴമാണോ നിങ്ങൾ ചായ വെക്കാനും മറ്റു സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? എന്താണ് ഉപയോഗപ്പെടുത്തിയിരുന്നു? നിങ്ങൾ അദബ്, ബഹുമാനപ്പെട്ട ഉലമാക്കൾ പറയും അൽ അദബു അസാസുൻ നജാഹ. റെസ്പെക്ട് എന്ന് പറയുന്നത്, അദബ് എന്ന് പറയുന്നത്, അച്ചടക്കം എന്ന് പറയുന്നത് അസാസുൻ നജാഹ, അത് വിജയത്തിന്റെ മാനദണ്ഡമാണെന്ന് ബഹുമാനപ്പെട്ട ഉലമാക്കൾ പഠിപ്പിക്കാറുണ്ട് സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മോട് അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഖുർആൻ അതിന്റെ ഹക്ക് അനുസരിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കും. നേരത്തെ പറഞ്ഞ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ദിവസം ഒരു ഖതമാണ്, റമദാൻ 2 ആണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തങ്ങൾ
30 ജുസ് ആണ് ഒരു പകൽ ഓതാറുള്ളത്. 30 ജുസ്. അത്താഴത്തിന്റെ സമയങ്ങളിലോ അത്താഴത്തിന്റെ സമയത്ത് 10 ജുസ് ഓതി തീർക്കുമെന്നാണ് ബഹുമാനപ്പെട്ടവരുടെ ചരിത്രത്തിൽ കാണുന്നത്. മനസ്സിലാക്കണം, ഖുർആൻ ഏറ്റവും ഓതാൻ പറ്റിയ സമയം എപ്പോഴാണ് അറിയുന്നത്? പരിശുദ്ധമായിരിക്കുന്ന റമദാനിലെ അത്താഴ സമയത്താണ് ഏറ്റവും ശ്രേഷ്ഠമായ കൂലി കിട്ടുന്ന കാര്യം. പിന്നെ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ, പിന്നെ രാത്രിയിൽ ഉലമാക്കൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ പരിശുദ്ധമായിരിക്കുന്ന റമദാനിൽ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒന്നാണ് തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത്. എല്ലാവർക്കും വിഷമാണ്, മാനസികമായ ക്ലേശമാണ്, രോഗിതരാണ് എല്ലാവരും, ബുദ്ധിമുട്ടാണ്, കടങ്ങളാണ്. പക്ഷേ ഇതെല്ലാം മനുഷ്യരോട് പറയുന്നു എന്നല്ലാതെ റബ്ബിന്റെ മുമ്പിലാവുന്നു തുറന്ന് പറയാൻ നമ്മൾ ഇതുവരെ മനസ്സ് കാണിച്ചിട്ടുണ്ടോ? അപ്പൊ അതുകൊണ്ട് തഹജ്ജുദിന്റെ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം. ബഹുമാനാദരമുള്ള നിസ്കാരമാണത് എന്ന നിലക്ക് പ്രത്യേകമായ ആ വിഷയത്തെ മനസ്സിലാക്കണമെന്ന് ഒരു മുന്നോടിയായിക്കൊണ്ട് ഞാൻ പറയുകയാണ്. ഏതായിരുന്നാലും പരിശുദ്ധ റമദാനിന് ആകെ 2 ഫറദാണുള്ളത്. ആകെ 2 ഫറദ്. ഒന്നെന്താ? നിയ്യത്ത്. 2 നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് സൂക്ഷിക്കുക. ഈ നിയ്യത്തിന് 2 ഷർത്തുണ്ട്. ഒന്നെന്താ? തബീത്ത്, തഅയ്യീൻ. എന്താ തബീത്ത് എന്ന് പറഞ്ഞാൽ നിയ്യത്ത് രാത്രി തന്നെയാവണം. ഫറദായ ഏത് നോമ്പിലും, നേർച്ചയാവട്ടെ, അല്ലെങ്കിൽ കഫാറത്തിന്റെ നോമ്പാവട്ടെ, പരിശുദ്ധ റമദാനാവട്ടെ, ഇങ്ങനെ നിർബന്ധമായും നോറ്റ് വീട്ടേണ്ട എല്ലാ നോമ്പിന്റെയും പ്രധാനപ്പെട്ട നിയ്യത്ത് അത് രാത്രിയിൽ തന്നെയാവണം. രാത്രി വെക്കാതെ വന്നാൽ ഒരിക്കലും നിയ്യത്ത് സഹിയാവുകയില്ല. മനസ്സിലാക്കണം. അപ്പോ പരിശുദ്ധ റമദാനാണെന്ന് നമുക്ക് ബോധ്യമായി. ശഅബാൻ 30 പൂർത്തിയാവുകയോ ശഅബാൻ 29ന്റെ അന്ന് നീതിമാനായ ഒരാൾ മാസം കണ്ടു എന്ന് ഖാദിയുടെ മുമ്പിൽ വന്നുകൊണ്ട് ഉറപ്പ് പറഞ്ഞാൽ ആ നാടിനും ആ നാടുമായി ബന്ധപ്പെടുന്ന മേഖലകൾക്കും പരിശുദ്ധ റമദാനാണെന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിധി കൽപ്പിക്കുന്നത്. ഒരാൾ വന്നിട്ട് പറയാം, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വ്യക്തമായി തന്നെ പറഞ്ഞു, നാളെ റമദാൻ മാസം ഞാൻ കാണും എന്ന് ഒരാൾ ഖാദിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കരുത് എന്നാണ്. നോക്കണം, നിങ്ങൾ ഉലമാക്കളുടെ ദീർഘവീക്ഷണം നോക്കണം. ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞാൻ നാളെ റമദാൻ മാസം കാണാൻ സാധ്യതയുണ്ട്, കാണും എന്ന് പറഞ്ഞുകൊണ്ട് ഒരാള് ഖാദിന്റെ മുമ്പിൽ നീതിമാനാവട്ടെ അനീതിമാനാവട്ടെ ആരായിരുന്നാലും ശരി പറഞ്ഞാൽ അത് സ്വീകരിക്കരുത് എന്നാണ് ഇമാമികൾ. അവ കണക്ക് കൂട്ടിക്കൊണ്ട് പറയുക എന്നുള്ളത് ഈ വാക്കോട് കൂടി തന്നെ പൊളിഞ്ഞു. നിങ്ങൾ അറബികളോട് അന്വേഷിച്ച് നോക്ക്, നാളെ റമദാനാണോ എന്ന് ചോദിച്ചാൽ അവരെന്താ പറയാ? അല്ലാഹു അഅലം അല്ലേ? അവർ പറയാം അല്ലാഹു അഅലം. കാരണം ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂമു ലിറുഅ്യതിഹി വഅഫ്തിറു ലിറുഅ്യതിഹി എന്ന് അവർ പറയും. വേഗം പറയാതെ എവിടുത്തെ അറബികൾ. അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചു, ശഅബാൻ 30 പൂർത്തിയാവുകയോ അല്ലെങ്കിൽ ശഅബാൻ 29ന്റെ അന്ന് മാസം കാണുകയോ ചെയ്താൽ നീതിമാനായ ഒരാൾ കണ്ടാൽ മതിയെ. എല്ലാ വിഷയത്തിലും 2 സാക്ഷികൾ വേണം. പക്ഷെ പരിശുദ്ധ റമദാൻ സമാഗതമായി എന്ന് പറയാൻ നീതിമാനായ ഒരാൾ മാസം കണ്ടതായി ഖാദിന്റെ മുമ്പിൽ ഉറപ്പ് പറഞ്ഞാൽ മതി എന്ന്. ആ ഒരാൾ എന്ത് ചെയ്തു? റമദാൻ മാസം കണ്ടു. റമദാൻ മാസം കണ്ടിട്ട് അയാൾ മനസ്സിലാക്കി ഇനി നിയ്യത്ത് വെക്കാൻ മറന്നുപോയി എന്നുള്ള മറന്നുപോയാൽ നോമ്പ് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ റമദാനിൽ തന്നെ അയാൾ ഒറ്റ നിയ്യത്ത്, പരിശുദ്ധ റമദാൻ 30 നോൽക്കാൻ ഞാൻ നിയ്യത്ത് ചെയ്തു. പരിശുദ്ധ റമദാൻ 30 നോമ്പെടുക്കാൻ വേണ്ടി ഞാൻ കരുതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാള് അങ്ങനെ നിയ്യത്ത് ചെയ്താൽ ആ നിയ്യത്ത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ, പരിഗണിക്കാൻ പറ്റുമോ? നമ്മുടെ മദ്ഹബിൽ അത് പറ്റില്ല. അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബിൽ ഏതെങ്കിലും ഒരു ദിവസം നോമ്പ് നമ്മുടെ അബൂ ഹനഫി മദ്ഹബിന്റെ അനുസരിച്ചുകൊണ്ട് അതിന് തെറ്റില്ല. പക്ഷെ നമ്മുടെ മദ്ഹബിൽ ഏതെങ്കിലും ഒരു ദിവസം നോമ്പ് നമുക്ക് നിയ്യത്ത് വെക്കാൻ മറന്നു പോയാൽ ആ ഒറ്റ ദിവസത്തിന് അത് പരിഗണിക്കപ്പെടാം എന്നാണ് ഷാഫി മദ്ഹബിന്റെ പ്രബലമായ അഭിപ്രായം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മദ്ഹബിൽ എല്ലാ രാത്രിയും
നിയ്യത്ത് നിർബന്ധമായി കൊണ്ടുവെക്കണം. അതാണ് ഉലമാക്കൾ പഠിപ്പിക്കുന്നത്. നിയ്യത്തിൽ 2 ഷർത്തുണ്ട്. ഒന്നെന്താണ്? തെബീത്താണ്. തെബീത്ത് അതെന്താണ്? രാത്രി തന്നെയാവണം. സ്വബഹിന്റെ മുമ്പായിട്ട്, മഗ്‌രിബിന്റെ ശേഷം സ്വബഹിന്റെ മുമ്പായിട്ട് തീർച്ചയായും നിയ്യത്ത് വെച്ചിരിക്കണം. എന്നാൽ മാത്രമേ നാളെ നോമ്പായെ കൊണ്ട് പരിഗണിക്കാൻ പാടുള്ളൂ, നമ്മൾ പരിഗണിക്കുകയുള്ളൂ എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ പഠിക്കുന്നത്. മറ്റൊന്ന് ഷർത്താണ് തഅയ്യീൻ. തഅയ്യീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിജപ്പെടുത്തുക. ഏത് നോമ്പാണ്, എപ്പോഴുള്ള നോമ്പാണ് എന്ന നിജപ്പെടുത്തൽ നിർബന്ധമായി നിയ്യത്ത് ഉണ്ടാകണം. അല്ലെങ്കിൽ നിയ്യത്ത് സഹിയാകുകയില്ല എന്നും അതേ അവസരം സുന്നത്ത് നോമ്പിന് ഈ ഷർത്തില്ല. സുന്നത്ത് നോമ്പിന് ഒരിക്കലും നിയ്യത്ത് രാത്രിയാവണമെന്ന് ഷർത്തില്ല. ഇനി ഒരാൾ നാളെ വ്യാഴവും തിങ്കളും നോമ്പെടുക്കൽ സുന്നത്താണല്ലോ, അല്ലെങ്കിൽ മറ്റു പല സുന്നത്ത് നോമ്പുകളുണ്ടല്ലോ, ഒരാൾ നാളെ നോമ്പെടുക്കണമെന്ന് മനസ്സിലാക്കി. പക്ഷെ നിയ്യത്ത് രാത്രി വെക്കാൻ മറന്നുപോയി. ഓർമ്മ വരുന്നത് രാവിലെ 9 മണിക്കാണ്. രാവിലെ 9 മണിക്കാണ് ഓർമ്മ വരുന്നത്. പഠിച്ചവരെ, ഞാനൊന്ന് നോമ്പെടുക്കാൻ വിചാരിച്ചിരുന്നല്ലോ, അല്ലെങ്കിൽ ഇന്ന് തിങ്കളാഴ്ച ദിവസമല്ലേ, ഞാൻ സാധാരണ നോമ്പെടുക്കുന്ന ആളല്ലേ, പക്ഷേ നിയ്യത്ത് ഇന്നലെ വെക്കാൻ മറന്നുപോയല്ലോ എന്ന ഓർമ്മ വന്നാൽ സ്വബഹിക്ക് ശേഷം നോമ്പ് മുറിയുന്ന ഒരു പ്രവർത്തനവും അദ്ദേഹം ചെയ്തിട്ടില്ലെങ്കിൽ അപ്പ നിയ്യത്ത് വെച്ചാൽ മതി എന്നാണ് അതിന് വിരോധമല്ല. പക്ഷെ സ്വബഹിന്റെ ശേഷം ഇത് വെള്ളം കുടിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ നോമ്പ് മുറിയുന്ന പ്രവർത്തനങ്ങൾ ചെയ്താൽ അത് ബാധകമല്ല, അത് അപ്പൊ പറ്റില്ല. ഒന്നും കഴിക്കാതെ നോമ്പ് മുറിയുന്ന ഒരു പ്രവർത്തനവും ചെയ്യാത്ത വിധത്തിലാണ് അവന് ഓർമ്മ വന്നതെങ്കിൽ ഉച്ചന്റെ മുമ്പ് എപ്പ നിയ്യത്ത് വെച്ചാലും സുന്നത്ത് നോമ്പിന് വിരോധമില്ല, ലഭ്യമാകുമെന്ന് ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. മറ്റൊന്നോ, നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് സൂക്ഷിക്കണം. രണ്ടാമത്തെ ഫർളാണ്. അത് മാത്രമേ ഉള്ളൂ. ഏകദേശം 15 മണിക്കൂറാണല്ലോ ഈ വർഷത്തെ നോമ്പിലെ. 15 മണിക്കൂറാണ് ഈ റമദാനിലെ നോമ്പിന്റെ സമയം. അപ്പൊ നല്ല നോമ്പ് തന്നെയാണ്, നല്ല ഉഷാറുള്ള നോമ്പാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ശക്തി തരട്ടെ. അല്ലേ? ഈ 15 മണിക്കൂറിന്റെ നോമ്പിനുള്ള ഫർള് ആകെ 2 ആകെ 2 ഫർള. ഒന്നെന്താ? നിയ്യത്ത്. 2 നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് സൂക്ഷിക്കണം. നോമ്പ് മുറിയുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് മനുഷ്യൻ പൂർണ്ണമായി വിട്ടു നിൽക്കണം. അതെന്താണ്? പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഉള്ളിലേക്ക് വല്ല വസ്തുവും ചേരലാണ്. നോമ്പ് മുറിയുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താ? ഉള്ളിലേക്ക് ഒരു വസ്തു പൂർണ്ണമായും ചേർന്ന് കഴിഞ്ഞാൽ അവന്റെ നോമ്പ് മുറിഞ്ഞു. അത് പ്രകൃതിയിൽ തുറക്കപ്പെട്ടതാവട്ടെ, പ്രകൃതിയിൽ തുറക്കപ്പെടാത്തതാവട്ടെ, എന്തായിരുന്നാലും അത് കാരണമായി കൊണ്ട് നോമ്പ് മുറിയുകയാണ്. അപ്പൊ ഉള്ളിലേക്ക് ഒരു വസ്തു ചേരാൻ പറ്റില്ല, ഉള്ളിലേക്ക് ഒരു വസ്തു ചേർക്കാൻ പറ്റില്ല. ഇമാമിങ്ങളുടെ അടുത്ത് ചർച്ച ഉണ്ട്. എന്താ ചർച്ച? ഒരു വ്യക്തിന്റെ ഉള്ളിലേക്ക് ഒരു പ്രാണി കയറി, വായിലേക്കല്ല, വായന്റെ ഹദ് വിട്ട് കടന്നു. ഉദാഹരണം, തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന 3 അക്ഷരങ്ങൾ ഹംസ്, ഹാ, ഖാ. അല്ലേ? ഈ ഖാണ് മേലെ അറ്റം, തൊണ്ടയുടെ മേലെ അറ്റല്ലേ ഖാ. ഈ ഖാന്റെ ഹദ് വിട്ട് കടന്നു. ഖാ എന്ന അക്ഷരത്തിന്റെ ഹദ് വിട്ട് കടന്നു. അതിന്റെ ഇപ്പുറത്തേക്ക്, ഉദാഹരണം, നമ്മളിങ്ങനെ വായ, ചില ആൾക്കാർ വഴങ്ങുന്ന സമയത്ത് വായ തുറന്നു പിടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അല്ലേ? വായ ഇങ്ങനെ തുറക്കും. ഒരു ഈച്ചന്റെ ഉള്ളിൽ കടന്നു നോക്കുക. ഉദാഹരണം, മസലൻ, ഒരു ഈച്ചന്റെ ഉള്ളിൽ പോയി പോവാലോ, ഈച്ച ഇങ്ങനെ പറക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇതും. ഉള്ളിലേക്ക് പോയി, പെട്ടെന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റു. എഴുന്നേറ്റപ്പോ ശ്വാസം അവർ ഉള്ളിലേക്ക് വലിച്ചപ്പോ ഈച്ച ഖാന്റെ ഹദ്ദിൽ നിന്ന് ഇറങ്ങിപ്പോയി താഴോട്ട്. എന്തായി പറയുന്നത്? ഒരു ഈച്ച ഉള്ളിലേക്ക് പോയല്ലോ എന്നുള്ള നിലയ്ക്ക് അതിനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ശബ്ദം ഉണ്ടാക്കി അവസാനം ഛർദ്ദിക്കുന്ന രൂപത്തിൽ അതുകൊണ്ട് പുറത്തു പോയി. നോമ്പ് മുറിഞ്ഞതാണ്. പതുക്കെ അതിന്റെ ഉള്ളിലേക്ക് ആക്കുകയാണെങ്കിൽ വിരോധമല്ല. പതുക്കെ അതിന്റെ ഉള്ളിലേക്ക് ആക്കുകയാണെങ്കിൽ വിരോധമല്ല. കാരണം ഇതെന്താണ്? ഈ ഈച്ചയെ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ ഉദാഹരണം പറഞ്ഞത്, പ്രാണിയെ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് അവൻ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തു. അത് ഉണ്ടാക്കി ഛർദ്ദിക്കുക എന്നുള്ള വിഷയത്തിലേക്ക് മസ്ല നീങ്ങുകയാണ്. അപ്പൊ ഉണ്ടാക്കി ഛർദ്ദിക്കലോടുകൂടി നോമ്പ് മുറിയുമെന്നാണ് ഉലമാന്റെ പൂർണ്ണമായ വീക്ഷണം. അപ്പൊ ഈച്ചയെ പുറപ്പെടുവിച്ചുകൂടാ, മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട്
ഈ കാര്യങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കുകയും കാര്യങ്ങളെ ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പ്രയത്നിക്കുകയും ചെയ്യണം. ഇനി ഇഞ്ചക്ഷനിലൂടെ നോമ്പ് മുറിയുമോ ഇല്ലയോ? ഇഞ്ചക്ഷൻ ചെയ്താൽ ഉലമാക്കൾക്കിടയിൽ ഒരുപാട് പക്ഷാന്തരം ആ വിഷയത്തിലുണ്ട്. പ്രധാനപ്പെട്ട ഞരമ്പുകളിലൂടെയാണ് ഇഞ്ചക്ഷൻ വെക്കുന്നതെങ്കിൽ നോമ്പ് മുറിയും എന്നാണ് സൂക്ഷ്മാരങ്ങളായിരിക്കുന്ന ഉലമാക്കൾ പറയുന്നത്. അതുപോലെ തന്നെ ഗ്ലൂക്കോസ് കയറ്റിയാലും ഒക്കെ നോമ്പ് മുറിയും. ഞരമ്പിലൂടെയാണെങ്കിൽ, ഇറച്ചിയിലാണ്, ഞരമ്പല്ലാത്ത ഭാഗത്താണ്, ഇപ്പോ മാംസത്തിലാണ് ഇഞ്ചക്ഷൻ വെക്കുന്നതെങ്കിൽ മുറിയുന്ന പ്രശ്നമല്ല. അതേപോലെ തന്നെ ഞരമ്പിലൂടെയാണ് ഇഞ്ചക്ഷൻ വെക്കുന്നതെങ്കിലോ മുറിയും എന്നതാണ് ഭൂരിപക്ഷ ഉലമാക്കൾ പഠിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മളൊക്കെ മെഡിക്കലിന് പോകുന്ന ആളുകളാണ്. റമദാനിലാണ് പലപ്പോഴും മെഡിക്കൽ ഉണ്ട് എങ്കിൽ നമ്മൾ വിസ കഴിയുന്നതൊക്കെ റമദാനിലാണ്. രാത്രി ഒരിക്കലും മെഡിക്കൽ ഉണ്ടാവുകയില്ല. പകല് തന്നെ അത് ചെയ്യണം. എന്ത് ചെയ്യും? നമ്മൾ ഈ ഞരമ്പിൽ നിന്നല്ലേ രക്തം എടുക്കുക അവര്, അല്ലേ? ഞരമ്പിൽ നിന്നല്ലേ രക്തം എടുക്കുക. മെഡിക്കൽ എന്ന് പറയുന്നത് നമ്മൾ ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ അംഗീകരിക്കുന്നതോടൊപ്പം ഇവിടെ ജീവിക്കാൻ അനിവാര്യമായ ഒരു ഭാഗമാണ്. എന്ത് ചെയ്യുന്ന പോകുന്നെ പോയിട്ട് രക്തം കൊടുക്കുകയും ചിലപ്പോൾ രക്തം അടിച്ചു കയറ്റുക ചെയ്യേണ്ടി വരും. അപ്പൊ അത് അനുവദിച്ചു കൊടുക്കുക. എന്നിട്ട് ശവ്വാലിലെ 6 ദിവസം എന്തായാലും നോമ്പ് സുന്നത്തുണ്ടല്ലോ, അന്നെന്തായാലും ആ നോമ്പിനെ ഖളാ വീട്ടണം എന്നാണ് ഉലമാക്കൾ പറയുന്നത്. ഇവിടുത്തെ ആധുനിക ഉലമാക്കൾ അംഗീകരിക്കുന്നില്ലെങ്കിലും സൂക്ഷ്മാലുക്കളായിരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നത് പ്രധാനപ്പെട്ട ഞരമ്പിലൂടെയാണ് ഇഞ്ചക്ഷൻ വെക്കുന്നതെങ്കിൽ, ഇഞ്ചക്ഷനിലൂടെ രക്തം എടുക്കുന്നതെങ്കിൽ അത് പുറത്തെടുക്കലും പുറപ്പെടുവിക്കലും ഒക്കെ സമമായതുകൊണ്ട് അതുകൊണ്ട് നോമ്പ് മുറിയുന്നതാണ്, അത് ശ്രദ്ധിക്കേണ്ടതാകുന്നു എന്ന് ഉലമാക്കൾ പറഞ്ഞു. അതുപോലെ തന്നെ നാം എന്ത് ചെയ്യണം? നോമ്പിന്റെ പ്രത്യേകമായ വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടത്. അഥവാ നമുക്ക് നോമ്പ് ഖളാ ആയി പോകുന്നു, ഈ ഖളാ ആയ പോയ നോമ്പിനെ അടുത്ത വർഷത്തെ റമദാൻ വരുന്നതിന്റെ മുമ്പായിട്ട് ഖളാ വീട്ടാൻ നമുക്ക് സൗകര്യം കിട്ടിയാൽ ഒരിക്കലും ഖളാ വീട്ടാതിരിക്കരുത്. അഥവാ ഖളാ വീട്ടാതെ വരികയാണ്, നമുക്ക് സൗകര്യം കിട്ടി, എന്നിട്ട് ഖളാ വീട്ടാതെ വരികയാണെങ്കിൽ അത് മുത്തു കൊടുക്കലോടൊപ്പം മുത്തു കൊടുത്താലും വിരോധമല്ലല്ലോ എന്ന അവസ്ഥയല്ല മനസ്സിലാക്കേണ്ടത്. വീഴ്ചയോട് കൂടിയാണ് നമ്മൾ അത് ചെയ്യുന്നതെങ്കിൽ കടുത്ത ഹറാമാണ്, കുറ്റകരമാണ് എന്ന ബോധം നമുക്ക് ഉണ്ടാവണം. ഇപ്പൊ ഒരാൾ മരണപ്പെട്ട ഒരാളുണ്ട്, അയാളുടെ പേരിൽ നോമ്പുണ്ട്. ആ നോമ്പ് അദ്ദേഹം മരണപ്പെടുന്ന അവസരത്തിലുള്ള നോമ്പായിരുന്നു നഷ്ടപ്പെട്ടത്. അതിന്റെ മുമ്പുള്ള നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സൗകര്യം കിട്ടിയിട്ട് ഈ റമദാൻ വരുന്നതിന്റെ മുമ്പായിട്ട് അദ്ദേഹം സൗകര്യം കിട്ടിയിരുന്നു, പക്ഷെ അദ്ദേഹം നോമ്പെടുത്ത് വീട്ടിയില്ല. എന്നാൽ എന്ത് ചെയ്യുന്ന നിങ്ങള് അദ്ദേഹത്തിന്റെ മുത്തോട് കൂടി തന്നെ അദ്ദേഹത്തിന്റെ ഖളാ വീട്ടണമെന്നാണ്. 2 മുത്താണ് അദ്ദേഹത്തിന്റെ വിഷയത്തിൽ കൊടുക്കേണ്ടത്. ഈ റമദാൻ വരുന്നതിന്റെ മുമ്പ് അദ്ദേഹത്തിന് സൗകര്യം കിട്ടിയിട്ട് നോമ്പെടുക്കാതെ പിന്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി 2 മുത്ത് കൊടുക്കണം. 1 അദ്ദേഹം പിന്തിച്ചതിന്റെ, 2 അദ്ദേഹം അത് നഷ്ടപ്പെടുത്തിയതിന്റെ. ഇനി അദ്ദേഹത്തിന് തൊട്ട് നോമ്പെടുത്ത് വീട്ടണമെന്നാണ് ഉലമാ പഠിപ്പിക്കുന്നത്. ആ ഉലമാ അങ്ങനെ പഠിപ്പിക്കുന്നതിനനുസരിച്ച് ഒരാൾ അങ്ങനെ നോറ്റ് വീട്ടാൻ തയ്യാറായാൽ എന്ത് ചെയ്യണം? 1 മുത്ത് കൊടുക്കണം. അതെന്തിനാണ്? തഹ്സീറിന് വേണ്ടി അദ്ദേഹം പിന്തിപ്പിച്ചു എന്ന കാരണത്തിന് വേണ്ടി മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ അവൾ നോമ്പെടുത്താൽ ഗർഭസ്ഥ ശിശുവിന് ബുദ്ധിമുട്ടുണ്ടാകും, പ്രയാസമുണ്ടാകും. അതിന് മുല കൊടുക്കുന്ന പെണ്ണ് അവൾ നോമ്പെടുത്താൽ എന്റെ കുട്ടിക്ക് മുലയൂട്ടാൻ പാലുണ്ടാവുകയില്ല, അപ്പൊ എന്റെ കുട്ടി വിഷമത്തിലാവും, എന്റെ കുട്ടി രോഗിയായി തീരും എന്ന നിലക്ക് കുട്ടിന്റെ പേരിലാണ് ഈ ഭയപ്പെട്ടിട്ടാണ് സ്ത്രീ നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ അവള് മുത്തോടുകൂടി നോമ്പിനെ ഖളാ വീട്ടണമെന്നാണ് ധർമ്മശാസ്ത്രം പറയുന്നത്. അതേ അവസരം അവളുടെ ശരീരത്തിന്റെ പേരിൽ ഭയപ്പെട്ടിട്ടാണെങ്കിലോ വിരോധമല്ല. അവളുടെ ശരീരത്തിന്റെ മേലാണ് അവൾ ഭയപ്പെട്ടിട്ടാണ് നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ അവൾ ഖളാ വീട്ടിയാൽ മതി, മുത്തു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് അടുത്ത റമദാൻ വരുന്നതിന്റെ മുമ്പാണെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ശരി. ഇപ്പൊ ഒരു പെണ്ണ് ഈ റമദാനിൽ നോമ്പ് ഒഴിവാക്കി, എന്തിന്റെ പേരിൽ? കുട്ടിന്റെ മേലെ ഭയപ്പെട്ടിട്ട്. അടുത്ത റമദാൻ വരുന്നതിന്റെ മുമ്പ് തന്നെ ഓള് ഖളാ വീട്ടി, ഓള് ശവ്വാൽ മുഹറത്തിന്റെ അതൊക്കെ ഖളാ വീട്ടി, എന്നാലും മുത്തു കൊടുക്കണം. കാരണം എന്താ? ഭയപ്പെട്ടത് ആരുടെ പേരിലാണ്? കുട്ടിന്റെ പേരിലാണ്. കുട്ടിന്റെ മേലെ ഭയപ്പെട്ടതിന്റെ പേരിൽ അങ്ങനെ ചെയ്യേണ്ടതാണ്. മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ
നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ വിചാരങ്ങളെ കുറിച്ച് പൂർണ്ണമായ ഒരു പിടുത്തം നമ്മുടെ മുമ്പിലുണ്ടാവണം. വിചാരങ്ങളെയും വികാരങ്ങളെയും നിയന്ത്രിക്കലാണ് നോമ്പിന്റെ പ്രത്യേകമായ ഒരു വിഷയമെന്ന് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എത്ര മനുഷ്യർ വെറുതെ ഭക്ഷണം ഒഴിവാക്കുന്നു, വെറുതെ വികാരങ്ങൾ ഒഴിവാക്കുന്നു. അള്ളാഹുവിന്റെ അവന്റെ നോമ്പ് കൊണ്ട് ഒരാവശ്യമില്ല. കാരണം ഇതൊന്നും ഒഴിവാക്കാതെ എന്തിനു വേണ്ടിയാണ് അവൻ നോമ്പെടുക്കുന്നത്? അല്ലാഹു തആല ഈ വിഷയത്തെ സംബന്ധിച്ച് റസൂൽ നമ്മൾ പറയുകയാണ്. അതുകൊണ്ട് വിചാരങ്ങളെയും വികാരങ്ങളെയും പൂർണ്ണമായി നിയന്ത്രിച്ചുകൊണ്ട് അവന്റെ ശരീരത്തിനെ പൂർണ്ണമായി മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കണം. ഇനി കഫാറത്ത് കൊടുക്കാതിരിക്കട്ടെ, പ്രായശ്ചിത്തം കൊടുക്കാമല്ലോ, ഞാൻ എന്താണ് എനിക്ക് ചെയ്യുന്നതിന് എന്ന ശാഠ്യവും മൗഢ്യവും ഒരിക്കലും ഒരു മുഅ്മിനായ മനുഷ്യന്റെ അവസ്ഥയിൽ വരാൻ പാടില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഒരു നല്ല നാളേക്ക് വേണ്ടി ഈ വിശുദ്ധ റമദാനിനെ നാം എല്ലാവരും കരുതി വെക്കുകയും, പടച്ചവനെ എനിക്ക് ഇനി ഈ വർഷം തന്നെ ഈ പൂർണ്ണമായിട്ടും ഈ റമദാനിനെ സ്വാഗതം ചെയ്യാൻ കഴിയുമോ എന്ന് എനിക്കറിയുകയില്ല എന്ന ബോധത്തോടു കൂടി തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഒരിക്കൽ റസൂലുള്ളാഹി ഒരു സ്ഥലത്തേക്ക് യാത്ര പോകാൻ വേണ്ടി ഹബീബിന്റെ വാഹനത്തിലേക്ക് ഇങ്ങനെ കയറാൻ വേണ്ടി നിൽക്കുമ്പോ ഒരു സ്വഹാബി വന്നുകൊണ്ട് റസൂലുള്ളാഹിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നിങ്ങൾ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ എനിക്ക് ഓർമ്മിപ്പിക്കാൻ പറ്റുകയും എനിക്കത് ഓർമ്മിപ്പിക്കാൻ പറ്റുന്ന ഒരു ഹദീസ് താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തരണം, ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ നീ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് എനിക്ക് പിന്നെ അത് ചെയ്യാൻ കഴിയുമെന്ന വിചാരത്തോടു കൂടി ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. നിസ്കരിക്കുകയാണെങ്കിൽ നീ നിസ്കരിക്കുന്ന സമയത്ത് മുവദ്ദി ആയിക്കൊണ്ട് നിസ്കരിക്കണം. പടച്ചവനെ, ഞാനിപ്പോ മഗ്‌രിബ് നിസ്കരിച്ചു, ഇശാ നിസ്കരിക്കാൻ കഴിയും എന്ന ബോധത്താകുന്നു എന്ന ചിന്തയോട് കൂടിയായിരിക്കണം നീ അത് ചെയ്യേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി ഈ സ്വഹാബിയോട് പറഞ്ഞ സംഭവം പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഇനി ചെയ്യാൻ കഴിയും, ഇനിയും ചെയ്യാമല്ലോ എന്ന ചിന്ത പൂർണ്ണമായി മാറ്റിക്കൊണ്ട് ഇതെനിക്ക് ചെയ്യാൻ കഴിയുകയില്ല എന്ന ചിന്തയോട് കൂടി ആയിരിക്കണം ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോ അമലുകളിലേക്കും നമ്മൾ മുന്നിടേണ്ടത്, നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഇത് പ്രത്യേകമായി ഓരോരുത്തരും മനസ്സിലാക്കണമെന്ന് മാത്രം എന്നോടും നിങ്ങളോടും ഉപദേശിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് ഈ സ്തുത്യർഹമായ പ്രവർത്തനം എന്നും നമുക്ക് ഉപകാരപ്പെടുന്ന പ്രവർത്തനമാണ്. നമ്മുടെ RC നടത്തുന്ന ഈ വിശുദ്ധമായിരിക്കുന്ന ഇൽമിന്റെ മജ്‌ലിസ് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നമ്മുടെ കാരണം കൊണ്ട് ഒരുപക്ഷെ നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ്. നമുക്ക് ഇത് വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ ചോദിക്കാനൊക്കെ ആളുകൾ നമുക്കുണ്ടാകുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ര വിഷമമുള്ള കാര്യമല്ലായിരുന്നു. പക്ഷേ നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ റൂമിലുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പലരും ഇതൊന്നും ഉപയോഗപ്പെടുത്താതെ, ഇതിലൊന്നും സാഹചര്യങ്ങളില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, വിഷമമുള്ളവരുണ്ട്. അവരൊക്കെ ഇതിൽ കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട് അല്ലാഹു ചെയ്യുന്ന ഏറ്റവും ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം നല്ല സംരംഭത്തിലൊക്കെ നിങ്ങൾ എല്ലാവരും ഭാഗമാക്കുകയും അതിലൊക്കെ നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യണമെന്ന് മാത്രം ഉപദേശിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള വിഷയങ്ങൾ നടത്താനും അതൊക്കെ നിങ്ങളോട് പൂർണ്ണമായിട്ടും സംസാരിച്ച് ക്ലിയറാക്കാൻ വേണ്ടി ഇതിന്റെ ഭാരവാഹികൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു തആല നമ്മുടെ ഈ മഹത്തായിരിക്കുന്ന മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിനെ യഥാവിധി സ്വാഗതം ചെയ്യാനും ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാനും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം. പടച്ചവനെ ഒരു കാരണവശാലും നീ ഞങ്ങളെ ആഖിറത്തിലും ദുനിയാവിലും പരാജയപ്പെടുത്തരുത് റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളും ഉസ്താദുമാരും പലരും മരണപ്പെട്ട ഖബറിലാണ് റബ്ബേ. അവരെ ഖബർ ജീവിതമൊക്കെ നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അവരെ ഖബറിലേക്ക് നീ സ്വർഗ്ഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണം റഹ്മാനേ. അവരെ ഞങ്ങളെ നിന്റെ ജന്നാത്തുൽ നഈമിൽ സയ്യിദുൽ വജൂദിനോട് ഒന്നിച്ച് നീ ഒരുമിച്ച് കൂട്ടിത്തരണേ തമ്പുരാനേ. അവരുടെ ശഫാഅത്തിലും ഹൗദുൽ കൗസറിലും ജിവാറിലും നീ ഞങ്ങളെ ചേർത്ത് തരണേ അല്ലാഹ്. മനസ്സിനെ നന്നാക്കി തരണേ റഹ്മാനേ. തഖ്വ വർദ്ധിപ്പിക്കണേ തമ്പുരാനേ. നീ ഞങ്ങളെ സൽസ്വഭാവികളാക്കണേ റബ്ബേ. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെ നീ സ്വാലിഹീങ്ങളിൽ കൊടുത്തണേ തമ്പുരാനേ. ഞങ്ങളുടെ ജോലികളിലൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ തമ്പുരാനേ. ജോലിയില്ലാത്തവർക്ക് നീ ഖൈറായ ജോലി നൽകണേ തമ്പുരാനേ. വിസ സംബന്ധമായ പ്രശ്നത്തിലായവരുടെ വിസകളൊക്കെ നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനേ. ജോലിയിൽ നീ സംതൃപ്തി തരണേ തമ്പുരാനേ. റഹ്മത്തിക യാ അർഹമർ റഹീം. റമദാനിനെ സംബന്ധിച്ച് A to Z വരെ വിശദീകരിക്കാൻ ഒരിക്കലും കഴിയില്ല. എവിടെയെങ്കിലും ഒന്ന് പഠിക്കാനേ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ശരിക്കും പഠിക്കണം. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടോ റമദാനിനെ പറ്റി എന്തെങ്കിലും ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചോദിക്കാം. ഒരു 5 മിനിറ്റ് അതിന് വേണ്ടി. റമദാനിനെ പറ്റി നിങ്ങൾക്ക് വല്ല സംശയമുള്ള വിഷയങ്ങൾ ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, വിശദീകരിക്കാൻ കഴിയില്ല.
അതിനൊക്കെ ഒരുപാട് മണിക്കൂറുകൾ വേണം. ഓരോ വിഷയത്തിനും ഓരോ മണിക്കൂറുകൾ ഉണ്ടാവും. എന്നാലും മതിയാകും. അതെ, ഈ സ്വബഹിക്ക് ശേഷം അത്തരം, കാരണം മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് പത ഉണ്ടാകുന്ന ഒരു വസ്തുവാണ് അല്ലെ, പത ഉണ്ടാകുന്ന വസ്തുവാണ്. അപ്പൊ ജൗഫിലേക്ക്, ശരീരത്തിന്റെ ഉള്ളിലേക്ക് തടിയുള്ള ഒരു വസ്തു ചേരുക എന്നുള്ളത് നോമ്പ് മുറിയുന്ന വസ്തുവാണ്. അപ്പൊ അതുകൊണ്ട് മിസ്വാക്ക് ചെയ്യുന്ന സമയം, ബ്രഷ് ചെയ്യുന്ന സമയത്ത് അതിനെ പൂർണ്ണമായും സൂക്ഷിക്കാൻ കഴിയണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് പേസ്റ്റ് ഒഴിവാക്കലാണ് നല്ലത്. അഥവാ എപ്പോഴാ മുറിയൽ എപ്പോഴാണ്? നമ്മുടെ ഹൽക്കിന്റെ അക്ഷരത്തിന്റെ മേലെ അക്ഷരല്ലേ ഹാ, ഈ ഹാ എന്ന അക്ഷരത്തിന്റെ ഹദ് വിട്ട് കിടക്കുമ്പോഴാണ് മുറിയുന്നത്. പക്ഷെ അതിന്റെ മുമ്പിൽ തന്നെ ഈ പദങ്ങളെ നമുക്ക് സ്വരൂപിക്കാനും ഉപയോഗപ്പെടുത്താനും കഴിയുമോ? എങ്കിൽ മുറിയില്ല. അതിന്റെ ആവിപ്പ് താഴോട്ട് പോയി എന്ന കാരണം കൊണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു അവസ്ഥ അതിന്റെ ഉള്ളിലേക്ക് പോയെന്ന കാരണം കൊണ്ടോ മുറിയില്ല. പക്ഷെ ഈ പദ എന്നതൊരു തടിയാണ്. ആ തടി ഉള്ളിലേക്ക് ചേർന്നാൽ മുറിയും. അപ്പൊ ഒഴിവാക്കലാണ് ഹൈർ. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്, നോമ്പുകാരൻ അത്താഴം സമയത്ത് സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താണ്, നോമ്പിന് കറാഹത്താണ്. അതേ അവസരം കുളി നിർബന്ധമുള്ളവരും അതൊക്കെ ഫജ്റിന്റെ മുമ്പ് തന്നെ കുളിക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ആയിഷ ബീവി പറഞ്ഞ റസൂലുള്ളാഹിന്റെ കുളിയൊക്കെ ഫജ്റിന്റെ മുമ്പായിട്ട് കഴിയാറുണ്ട്. അത് നമുക്ക് സുന്നത്താണ്. അതെന്താ കാരണം? സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ടാണ്. കുളിച്ചു എന്ന കാരണം കൊണ്ട് തെറ്റല്ല. മുങ്ങി കുളിക്കുമ്പോഴാണ് നോമ്പ് മുറിയുന്ന അവയവങ്ങളിലേക്ക് വെള്ളം ചേർന്നാൽ നോമ്പ് മുറിയും. എപ്പോ? മുങ്ങി കുളിക്കുമ്പോ. മുങ്ങി കുളിക്കുക എന്നുള്ളത് നോമ്പുകാരന്റെ ഭൂഷണമുള്ള കാര്യമല്ല, ഒഴിവാക്കണം. അതേ അവസരം മുക്കി കുളിക്കാണ്, പാർന്ന് കുളിക്കാണ്, ഒഴിച്ചു കുളിക്കാണ്, അഥവാ ഉള്ളിലേക്ക് വെള്ളം ചേർന്നു എന്ന കാരണം കൊണ്ട് നോമ്പ് മുറിയില്ല. മുങ്ങി കുളിക്കുമ്പോ ഉള്ളിലേക്ക് വെള്ളം ചേർന്നാൽ നോമ്പ് മുറിയും. കാരണം എന്താ? മുങ്ങി കുളിക്കുക എന്നുള്ളത് നോമ്പുകാരന് വിരോധിക്കപ്പെട്ട വസ്തു, ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നോമ്പ് മുറിയാൻ സാധ്യതയുള്ള വസ്തു ആയതുകൊണ്ട് ഒഴിവാക്കലാണ്. ഫുഡ് ഉണ്ടാക്കുമ്പോ ടേസ്റ്റ് ചെയ്ത് നോക്കും. അതെ, അതും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ കറി ഉണ്ടാക്കുകയാണ്, കറി ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പുണ്ടോ അല്ലെങ്കിൽ മുളക് കുറവുണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നാവും അങ്ങനെ കൊണ്ട് തുടച്ചു നോക്കിയാൽ തന്നെ അറിയില്ല. രുചിമുട്ടുകളൊക്കെ ഉള്ളത് നാവുമ്മലല്ലേ. നാവിന്റെ മേലെ 3000-ഓളം രുചിമുട്ടുകൾ ഉണ്ട് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പൊ രുചി എന്താണെന്ന് മനസ്സിലാവും ഈ നാവോട് കൂടി. വിരോധമല്ല, ഉള്ളിലേക്ക് ഇറങ്ങിയാലാണ് രുചി നോക്കാം. ഇനിയൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. 05571507773 എന്നതാണ് എന്റെ നമ്പർ. നോമ്പനെ സംബന്ധിച്ച് എന്ത് മസാല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും ചോദിക്കാം. അറിയുന്നുണ്ടെങ്കിൽ പറയും, അറിഞ്ഞിട്ടില്ലെങ്കിൽ പഠിച്ചു പറയും, അല്ലെങ്കിൽ ചോദിച്ചെങ്കിൽ പറഞ്ഞു തരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല. 05571507773.